الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സുന്നത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ബിദ്അത്തിന്റെ അപകടത്തെക്കുറിച്ചുമൊക്കെയുള്ള സലഫുകളുടെ അസറുകളാണ് വായിച്ചത്. ഇനി അടുത്തതായി സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും പ്രാധാന്യം, അത് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുന്നത്ത് പിന്തുടരുകയും ബിദ്അത്തുകൾ ഒഴിവാക്കുകയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ കാര്യമാണ് ത്വലബുൽ ഇൽമ്, ദീൻ പഠിക്കുക എന്നുള്ളത്. ഒരു കാര്യം സുന്നത്താണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു കാര്യം അഹ്ലുസുന്നത്തിന്റെ മാർഗമാണ്, അഖീദയാണ്, മനഹജാണ് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനെക്കുറിച്ചുള്ള ഇൽമ് വേണം. അപ്പൊ ഇൽമില്ലാതെ ഒരാൾക്ക് ഒരിക്കലും ഇത്തിബാ സുന്നത്ത് പിന്തുടരുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ ത്വലബുൽ ഇൽമിന് സലഫു സ്വാലിഹീങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില അസറുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. عن عامر ابن واثلة أن نافع بن عبد الحارث رحمه الله لقي عمر بأصفان. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന വ്യക്തി കണ്ടുമുട്ടി. വകാന ഉമർ യസ്തഅമിലുഹു അലാ മക്ക. അപ്പോൾ ഈ നാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഭരണാധികാരിയായി നിയമിക്കാറുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ആളാണ്. ഫഖാല, അപ്പൊ ഇങ്ങനെ ദൂരെ നാട്ടിൽ വെച്ച് ഇയാളെ കണ്ടുമുട്ടിയപ്പോൾ ഇമാം സഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി. അപ്പോൾ മക്കയിലെ ഭരണം ഏൽപ്പിച്ച ആളാണ്, അദ്ദേഹത്തെ വേറെ രാജ്യത്ത് വെച്ചാണ് കാണുന്നത്. അപ്പൊ മക്കയിലെ കാര്യം നീ ആരെയാണ് ഏൽപ്പിച്ചത്? ഫഖാല ഇബ്നു അബ്സ. അദ്ദേഹം പറഞ്ഞു, നാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സ എന്ന വ്യക്തിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഖാല വമൻ ഇബ്നു അബ്സ. ഈ വ്യക്തി തീരെ അറിയപ്പെട്ട ഒരാളല്ല, അതാരാണ് എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഖാല, അദ്ദേഹം പറഞ്ഞു, മൗലം മിൻ മവാലീന, ഒരു അടിമയായിരുന്നു. മൗല എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കും, മൂന്നല്ല നാലർത്ഥത്തിൽ ഉപയോഗിക്കും. ഒന്ന് അടിമ, രണ്ടാമത്തേതിന്റെ നേരെ വിപരീതം ഉടമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മൂന്നാമത്തേത് മോചിപ്പിക്കപ്പെട്ട അടിമ, സ്വതന്ത്രനാക്കിയ അടിമ. അവന് മോചിപ്പിച്ച ആളും അവനും തമ്മിൽ ബന്ധമുണ്ട്. അവൻ മരിച്ചാൽ സ്വത്തിൽ പോലും ഈ മോചിപ്പിച്ച പഴയ ഉടമക്ക് അവകാശമുണ്ട്. നാലാമത്തേത് ഒരു വ്യക്തി കാഫിറായിരിക്കുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് ഒരു കബീലയുടെ കൂടെ ജീവിക്കുകയും ചെയ്യും. ചിലപ്പം പണ്ടുകാലത്ത് അറബികൾ കബീലകളായിട്ടാണ് കഴിയുക. അപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കബീലയുടെ അഭയത്തിലായിരിക്കും. അപ്പൊ അയാൾ ഇവരുടെ മൗലയാണെന്ന് പറയും. അങ്ങനെ നാലർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരിക്കും. അപ്പോ അറബിയായിട്ടുള്ള പാരമ്പര്യമുള്ള ആളല്ല, അടിമയായിരുന്നു, പിന്നീട് സ്വാതന്ത്ര്യം നേടിയ ആളാണ്. ഖാല ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തിൽ ചോദിച്ചു, ഒരു അടിമയാണോ മക്കയുടെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്? കാരണം സാധാരണഗതിയിൽ അടിമക്ക് ഇൽമു കുറവായിരിക്കും, അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. കാരണം അങ്ങനെ നേതൃത്വം ഏറ്റെടുത്ത് പരിചയമുണ്ടാവുകയില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്ന മറുപടി നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഖാല ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ. അദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുള്ള ആലിമാണ്. സലഫു സാലിഹ്യങ്ങൾ ഖാരി എന്ന് പറഞ്ഞാൽ ആലിം എന്നാണ് അർത്ഥം. ഇന്നത്തെ പോലെ വായിക്കുന്ന ആള് അല്ലെങ്കിൽ ഖുർആൻ നല്ല ശബ്ദത്തിൽ ഓതുന്ന ആൾ എന്നല്ല. ഖാരിഉൻ ലികിതാബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്. ഫറായിദ് അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്നതിനെ കുറിച്ചുള്ള ഇൽമാണ്, ഇൽമുൽ ഫറായിദ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആലിമാണ്. അപ്പോൾ ഇൽമുണ്ടായാൽ അടിമയാണ് അല്ലെങ്കിൽ മുമ്പ് അവസ്ഥ മോശമായിരുന്നു, കാഫിറായിരുന്നു എന്നുള്ളതൊന്നും അയാൾക്ക് ഉയരാൻ ഒരു തടസ്സമല്ല. ഖാല ഉമർ. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? അദ്ദേഹം സാധാരണ ഇപ്പൊ ഒരാൾ ചോദിക്കുന്നത് പോലെ മറ്റ് അയാളുടെ ഭൗതികമായ അവസ്ഥകളെ കുറിച്ചോ ഒന്നും ചോദിക്കല്ല ചെയ്തത്. ഈ മറുപടി ഉമർ റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ ഖാൽ. ഈ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു തആല ഈ ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ ഉയർത്തും. അപ്പൊ അടിമയായിരുന്ന ആളെ മക്കയുടെ ഭരണാധികാരിയാക്കി. വയളഉ ബിഹി ആഖരീൻ, വേറെ ചില ആളുകളെ ഖുർആൻ കൊണ്ട് അല്ലാഹു താഴ്ത്തുകയും ചെയ്യും. അപ്പൊ ആരെയാണ് ഉയർത്തുക? ഖുർആൻ കൊണ്ട് അമൽ ചെയ്ത ആളുകളാണ് ഉയർത്തുക. ഒരാൾക്ക് ഖുർആൻ മുഴുവനും ഹിഫ്ളുണ്ട്, ഒരക്ഷരം തെറ്റാതെ ഓതാൻ അറിയാം, പക്ഷെ അമലില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. അവൻ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകൾ എന്നതിൽ ഉൾപ്പെടുകയില്ല. നേരെ മറിച്ച് മറ്റൊരാൾക്ക് ഹിഫ്ലില്ല, വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഹിഫ്ലുള്ളൂ, പക്ഷെ ഖുർആന്റെ അഹ്കാമുകൾ പാലിക്കുന്നുണ്ട്, വിധികൾ അനുസരിക്കുന്നുണ്ട്, അവരാണ് ഖുർആന്റെ ആളുകൾ.
അങ്ങനെ ഖുർആൻ പഠിച്ച് അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഉയർത്തും, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയ പദവി നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിറന്നിരിക്കുകയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ചെയ്തത്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. عن عكرمة عن ابن عباس رضي الله عنهما ابن عباس رضي الله عنه നിന്ന് عكرمة رحمه الله ഉദ്ധരിക്കുകയാണ്. قال لما قبل رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ നമുക്കറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ചെറിയ പ്രായമേ ഉള്ളൂ, 20 വയസ്സിൽ താഴെ, 10നും 20നും ഇടയിൽ പ്രായമുള്ളൂ. ഖുൽതു ലിറജുലിൻ, ഞാൻ ഒരാളോട് പറഞ്ഞു, മറ്റൊരു സഹാബിയോട് പറഞ്ഞു, ഹലുമ്മ ഫൽനതഅല്ലം മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സഹാബിമാരുടെ അടുത്ത് പോയി ഇൽമു പഠിക്കാം എന്ന് പറഞ്ഞു. സഹാബി എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് സഹാബത്തിന്റെ അടുത്ത് പോയി പഠിക്കാം എന്ന് പറഞ്ഞാൽ സഹാബി എന്ന വാക്കിന് സഹാബത്തിനിടയിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി മുഅ്മിനായി മരിച്ചുപോയ ഏതൊരാൾക്കും സഹാബി എന്ന് പറയും. ആ അർത്ഥത്തിൽ ഇബ്നു അബ്ബാസും എല്ലാവരും സഹാബത്താണ്. മറ്റൊരർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുതൽ മുലാസമത്ത്, കൂടെ ജീവിക്കുന്ന മുതിർന്നവരായ സഹാബത്ത്, അബൂബക്കറും ഉമറും അങ്ങനെയുള്ള ആളുകൾ, അവരുദ്ദേശിച്ചുകൊണ്ട് സഹാബത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുതിർന്നവരായ സഹാബത്തിന്റെ അടുത്ത് പോയി നമുക്ക് ഇൽമു പഠിക്കാം. നസ്അലുഹും, നമുക്ക് അവരോട് ചോദിച്ച് പഠിക്കാം. ഫഇന്നഹും കസീർ, ഇപ്പൊ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമപ്രായക്കാരായ സഹാബത്തൊക്കെ മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് നേരത്തെ പഠിക്കാമെന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ ഈ രണ്ടാമത്തെ സഹാബി പറഞ്ഞു, അൽ അജബു വല്ലാഹി ലക ഇബ്നു അബ്ബാസ്, നിന്റെ കാര്യം അത്ഭുതം തന്നെയാണ് ഇബ്നു അബ്ബാസ്. കാരണം എന്താ? സഹാബത്ത് എല്ലാവരും ഉലമാക്കളാണ്, എല്ലാവരും ഇൽമുള്ള ആളുകളാണ്. അങ്ങനെ ഈ ഇൽമു നിറഞ്ഞു നിൽക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇനി പോയി പഠിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതറ അന്നാസ് യഹ്താജുന ഇലൈക്, ജനങ്ങൾക്ക് നിന്റെ വല്ല ആവശ്യമുണ്ടോ? വഫിന്നാസി മൻ തറ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾക്കിടയിൽ എത്രയോ സഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അബൂബക്കറും ഉമറും അശറത്തുൽ മുബശ്ശറൂൻ ഇവരെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്. ബദരീങ്ങളായിട്ടുള്ള സഹാബത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇടയിൽ ഇനി നമ്മൾ കുട്ടികൾ ഇൽമു പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫതറക്തു ദാലിക, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ അവനെ ഒഴിവാക്കി. വഅഖ്ബൽതു അലൽ മസ്അല, ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ തടസ്സമുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും. ഇതിപ്പോ ഒരു സഹാബിയായി പറയുന്നത്, ഇൽമു പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നത്. അപ്പൊ നല്ല സ്വാലിഹ്യങ്ങളായ സലഫികളായ എല്ലാം തികഞ്ഞ ആൾക്കാർ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഖൈറിന് തടസ്സങ്ങളായിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കരുത് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ ഒരാളുടെ അഭിപ്രായം തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ അവൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിൽ കുടുങ്ങിക്കിടക്കരുത്. ചില ആൾക്കാർ അങ്ങനെ വലിയ അബദ്ധങ്ങൾ ചെയ്യും. നമുക്ക് ശരിയാണ് എന്ന് ഉറപ്പുവരുന്ന കാര്യം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും വകതിരിവുള്ള ആളായിരുന്നു. അതുകൊണ്ട് തറക്തു ദാലിക വഅഖ്ബൽതു അലൽ മസ്അല, അവനെ ഒഴിവാക്കി ഞാൻ ഇൽമു പഠിക്കാൻ തിരിഞ്ഞു. വതതബ്ബുഇ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തിനെ തെരഞ്ഞു നടക്കുന്ന പണി ഞാൻ തുടങ്ങി. ഫഇൻ കുൻതു ലആതി അർറജുല ഫിൽ ഹദീസ് യബ്ലുഗുനി അന്നഹു സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠനം തുടങ്ങി. ആ പഠനത്തിനിടയ്ക്ക് അദ്ദേഹം അനുഭവിച്ച ചില രംഗങ്ങൾ അദ്ദേഹം വിശദീകരിക്കാൻ. ചിലപ്പോൾ ഒരു സഹാബിയുടെ അടുത്ത് ഒരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ കേൾക്കും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകും. ഫഅജിദുഹു ഖായിലൻ, അപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരിക്കും, ഖൈലൂലത്ത് ഉറങ്ങുകയായിരിക്കും. ഫഅതവസ്സദു റിദാഇ അലാ ബാബി ദാരിഹി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ പലരും പല തടസ്സങ്ങളും പറയും ഇൽമു പഠിക്കാൻ. നമുക്ക് കോളേജിൽ ചേരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പ്രായം കുറച്ച് കടന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെയുള്ള സ്ഥാപനങ്ങളില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥാപനമില്ല. അദ്ദേഹം ഓരോ ആൾക്കാരുടെ വീട്ടിലേക്കാണ് പോകുന്നത്, വീടുകളിലൂടെ പോയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇൽമു പഠിക്കാൻ ഒരു തടസ്സമില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഇൽമു പഠിക്കാൻ ഒരൊറ്റ തടസ്സം മാത്രമേ ഉള്ളൂ, ഭ്രാന്ത് ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇൽമു പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാതിൽ അടഞ്ഞാൽ വേറെ വാതിൽ തുറക്കും. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓരോ സ്വഹാബിമാരുടെ വീട്ടിലേക്ക് പോയിട്ടാണ് പഠിക്കുന്നത്. അന്ന് മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ മദീനയിൽ ഇതുപോലെ മദ്രസകളില്ല, ജാമിയകളില്ല, കോളേജും സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ ഓരോ സ്വഹാബിയുടെ വീട്ടിൽ പോയി ഹദീസുകൾ പഠിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, അറിയപ്പെട്ട ഒരു ആലിമാണ് ബഖീ ഇബ്നു മഖ്ലദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം സ്പെയിനിൽ ഉണ്ടായിരുന്ന ആളാണ്, അന്തലുസ്. എന്നാൽ ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും വിമാനത്തിൽ. അപ്പൊ അന്നത്തെ കാലത്ത് അത്രയും ദൂരം നിന്ന് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ഇറാഖിലേക്ക് വരികയാണ്, ഇമാം അഹമ്മദിന്റെ അടുത്തേക്ക്. അദ്ദേഹം വരുന്ന സമയത്ത് ഇമാം അഹമ്മദ് അദ്ദേഹം വീട്ടുതടങ്കലിലാണ്. ഭരണാധികാരി അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്, ഹദീസ് പഠിപ്പിക്കാൻ പാടില്ല. ഖുർആൻ സൃഷ്ടി വിവാദവുമായി ബന്ധപ്പെട്ട് ഭരണാധികാരി അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വിലക്കിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇമാം അഹമ്മദ് അടുത്ത് വന്നു. ഇമാം അഹമ്മദ് പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ഭരണാധികാരി അനുസരിക്കണം. അപ്പൊ ഇദ്ദേഹം ഓരോ ദിവസവും ഒരു യാചകന്റെ വേഷത്തിൽ വരും. എന്നിട്ട് ഇങ്ങനെ യാചിക്കുന്ന പോലെ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അപ്പൊ ഇമാം അഹമ്മദ് ഇറങ്ങി വന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ 2 ഹദീസ് പറഞ്ഞു കൊടുക്കും.
അങ്ങനെയാണ് ബഖീ ഇബ്നു മഖ്ലദ് പഠിച്ചത്. പിന്നീട് അദ്ദേഹം ഇമാമായി മാറി. അദ്ദേഹത്തിന്റെ കിതാബുണ്ട് മുസ്നദ് ബഖീ ഇബ്നു മഖ്ലദ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഹദീസ് കാണാം, ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ പോലെ മുസ്നദ് ബഖീ എന്ന് പറഞ്ഞിട്ട് കാണും. അങ്ങനെയുള്ള വലിയൊരു ഹദീസ് ഗ്രന്ഥം പിന്നീട് അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പോ ഇൽമ പഠിക്കുക എന്നുള്ളത് അതിനൊരു സാഹചര്യം തടസ്സമല്ല. അതിനുള്ള തടസ്സം നമ്മുടെ മടിയും അതുപോലെ ശൈത്താൻ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ മാത്രമായിരിക്കും. ഇപ്പോ ഇദ്ദേഹം അങ്ങനെ പോവുകയാണ്. അപ്പൊ ഫഅജിദുഹു ഖായിലൻ, ഈ ഹദീസ് ഉള്ള സ്വഹാബി ഉറങ്ങുന്ന സന്ദർഭമായിരിക്കും. ഫഅതവസ്സദു റിദാഇ അലാ ബാബി ദാരിഹി, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അയാൾ ഉറങ്ങാണ്, അപ്പൊ ഇനി മടങ്ങാം എന്ന് വിചാരിച്ച് മടങ്ങുന്നില്ല. എന്റെ തട്ടമെടുത്തിട്ട് അത് ആ സ്വഹാബിയുടെ വീടിന്റെ മുന്നിൽ വാതിൽ പടിക്കൽ വിരിച്ചിട്ട് അവിടെ കിടക്കും. തസ്ഫി റിയാഹു അലാ വജ്ഹി, മരുഭൂമിയിൽ അങ്ങനെ കിടന്നാൽ എന്തായിരിക്കും അനുഭവം നമുക്കറിയാം. കാറ്റടിക്കുമ്പോ എന്റെ മുഖത്ത് മണൽ വന്ന് നിറയും. ഹത്താ യഖ്റുജ ഇലയ്യ, അങ്ങനെ ഈ സ്വഹാബി ഉറക്കം എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വരും. ഫൈദ റആനി, എന്നെ കാണുമ്പോൾ ഖാല, വാതിൽ തുറന്ന് മുമ്പിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴിയിൽ കിടന്നുറങ്ങുന്നത് കാണും. അത് കാണുമ്പോൾ അദ്ദേഹം പറയും, യബ്ന അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യപുത്ര, അള്ളാഹുവിന്റെ റസൂലിന്റെ കസിനാണ്, വിശ്വാസിയുടെ അടുത്ത ബന്ധുവാണ്. മാലക്ക, താങ്കൾക്ക് എന്തു പറ്റി? ഖുൽതു, അപ്പൊ ഞാൻ പറയും, ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസുഹു അൻ റസൂലില്ലാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റസൂലിനെ തൊട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു, അതാണ് കാര്യം. ഫഅഹ്ബബ്തു അൻ അസ്മഅഹു മിൻക, അത് നിങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കാമെന്നതാണ്. അപ്പൊ ഈ ഹദീസ് തന്നെ സ്വഹാബത്തിനിടയിൽ അറിയപ്പെട്ടതായിരിക്കും, അതുകൊണ്ടാണല്ലോ ഇയാളുടെ അടുത്ത് ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഹദീസ് കേട്ട് കഴിഞ്ഞു, പക്ഷെ അത് നേർക്ക് നേരെ ഇദ്ദേഹത്തിൽ നിന്ന് കേട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി വന്നതാണ്. ഫയഖൂൽ, അപ്പൊ അദ്ദേഹം പറയും, ഈ വീട്ടുകാരൻ പറയും, ഹല്ല അർസൽത ഇലയ്യ ഫആതീക്, ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചുകൂടായിരുന്നു, പറഞ്ഞയച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു, കാരണം റസൂലിന്റെ കുടുംബക്കാരനാണ്, വലിയ പിന്നെ ഫضലുള്ള സഹാബിയാണ്. അപ്പൊ ഇബ്നു അബ്ബാസിന് ഇങ്ങനെ ഹദീസ് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഅഖൂൽ, ഞാൻ പറയും, അന കുന്തു അഹഖു അൻ ആതീക്, ഞാനാണ് അതിന് കൂടുതൽ അവകാശപ്പെട്ടയാൾ, താങ്കളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ ഞാനാണ് കൂടുതൽ യോജിച്ചവൻ എന്ന് പറയും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമു എന്ന് പറയുന്നത് അതന്വേഷിച്ച് അങ്ങോട്ട് പോകലാണ്, ഇൽമിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരലല്ല. ചില സലഫുകൾ പറയുന്നതായി കാണാം, അൽ ഇൽമു ലാ യഅതി, ഇൽമു നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരില്ല, ബൽ യുഅത ഇലൈഹി, അതുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകണം. അതൊരു മര്യാദയാണ്. പല ആൾക്കാരും എന്ത് ചെയ്യും, കുറച്ച് ഇൽമുള്ള ആൾക്കാരെ അവരെ കൊണ്ട് പിന്നെ ചിലപ്പോൾ അനാവശ്യമായി യാത്ര ചെയ്യിപ്പിക്കും, അവരെ ക്ലാസ്സുകൾക്ക് നാട് മുഴുവൻ ഓടിപ്പിക്കും. അത് ശരിയല്ല. ഇൽമ അന്വേഷിച്ച് കുറച്ച് നമ്മൾ യാത്ര ചെയ്യണം, കുറച്ച് നമ്മൾ പരിശ്രമിക്കണം. ഇൽമ് ആർക്കാണോ ആഗ്രഹം അവരാണ് യാത്ര ചെയ്യാൻ അർഹരായിട്ടുള്ളത്, പഠിപ്പിക്കുന്ന ആളല്ല. എന്നാൽ ദഅവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം, ഏത് കാട്ടിലേക്കും നമുക്ക് പോയി ദഅവത്ത് ചെയ്യാം, അത് നമ്മൾ തന്നെ ഇൽമ് പഠിപ്പിക്കുന്നവർ തന്നെ പോകണം. പക്ഷെ ഇൽമ് പഠിക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, അവർ ക്ലാസ് എടുക്കുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കൊണ്ടുപോകല്ല വേണ്ടത്. എവിടെയാണോ പഠിപ്പിക്കുന്ന ആളുകളുള്ളത് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അദ്ദേഹം പറയും, കുന്തു അഹഖു അൻ ആതീക, ഞാനാണ് കൂടുതൽ അവകാശപ്പെട്ടവൻ. വകാന ദാലിക റജുലു യറാനി ഖദ് ദഹബ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് എന്ത് സംഭവിച്ചു, ഇങ്ങനെ കുറെ കഷ്ടപ്പെട്ട് പഠിച്ചു, കുറെ ആൾക്കാർ വീട്ടുമുറ്റത്ത് പോയി കിടന്നിട്ടും ഒക്കെ കഷ്ടപ്പെട്ടു. അവസാനം എന്ത് സംഭവിച്ചു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ആലിമായി മാറി. അപ്പൊ ആദ്യം പറഞ്ഞ സുഹൃത്തുണ്ടല്ലോ, എന്തിനാണ് ഈ പഠിക്കുന്നത്, എന്റെ കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തെ പിന്നീട് കണ്ടു. യറാനി ഖദ് ദഹബ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് കണ്ടുമുട്ടുന്നത്, സഹാബത്തൊക്കെ മരിച്ചുപോയി, മുതിർന്നവരായ സഹാബിമാരൊക്കെ മരണപ്പെട്ടു പോയി. വഖദ് ഇഹ്താജ അന്നാസു ഇലയ്യ, ജനങ്ങൾക്ക് എന്നെ ആവശ്യമായി വന്നു. കാരണം അബൂബക്കറും ഉമറും ഒക്കെ റസൂലിന്റെ സമപ്രായക്കാരാണ്, അവര് ഏകദേശം 10-20 വർഷം കൊണ്ട് മരണപ്പെട്ടുപോയി. അവസാനം ജനങ്ങൾ ഇബ്നു അബ്ബാസിന്റെ അടുത്തേക്ക് ഫത്വ ചോദിക്കാൻ തുടങ്ങി. ഫയഖൂൽ, അപ്പൊ ഇവൻ ഈ പഴയ സുഹൃത്ത് പറയും, അൻത കുൻത അഹഖ മിന്നി, നീ പറഞ്ഞതായിരുന്നു ശരി എന്ന് അദ്ദേഹം പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോ വിചാരിക്കും, എന്തിനാണ് പഠിച്ചിട്ട്, നാട്ടിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, ദീൻ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, ലോകത്ത് തന്നെ ഉലമാക്കളുണ്ടല്ലോ എന്ന് നമ്മൾ സമാധാനിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിന് അധികം ആയുസില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, വലിയ വലിയ ഉലമാക്കളൊക്കെ പ്രായമായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ മരിച്ചാൽ ഈ ഉമ്മത്തിന്റെ ഇൽമിന്റെ കാര്യം ആര് നോക്കും? അതിന് എത്രയും ആളുകൾ ദീൻ പഠിച്ചാൽ അത് ഒരിക്കലും അധികമാവുകയില്ല. അടുത്ത അസർ, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹദ്ദസഹു അന്നഹു ബലഗഹു ഹദീസുൻ അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടു. അങ്ങനെ ഹദീസ് ഒരു സഹാബിയുടെ അടുത്തുണ്ട് എന്ന് കേട്ടു. മറ്റു റിവായത്തുകൾ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന സഹാബിയാണ്, അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഒരു ഹദീസ് ഉള്ളതായി ഇദ്ദേഹം അറിയുന്നത്. ഖാല ഫബ്തഅതു ബഈറൻ, അങ്ങനെ ഞാൻ ഒരു ഒട്ടകത്തെ വാങ്ങി. അപ്പൊ ഒട്ടകം ഇല്ല, നിലവിൽ ഒരു വാഹനം ഇല്ലാത്ത ആളാണ്, അദ്ദേഹം ഒരു വാഹനം വാങ്ങി. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ കാറ് വാങ്ങി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എന്ത് ചെയ്തു, ഒട്ടകം വാങ്ങി.
ഫശദത്തു ഇലൈഹി റഹ്ലി ഷഹ്റൻ, ഒരു മാസം ഞാൻ യാത്ര ചെയ്തു. ഹത്ത ഖദിംതു ഷാം, അങ്ങനെ ഞാൻ സിറിയയിലെത്തി. ഇപ്പോ മദീനയിൽ നിന്ന് പോയിട്ട് സിറിയയിൽ എത്തണമെങ്കിൽ എത്ര ദൂരം യാത്ര ചെയ്യാം? ഒരു മാസം ഇസ്രാ പോയ ദൂരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ യാത്ര ചെയ്ത ദൂരമാണ്. അത്രയും ദൂരം ഒരു മാസം അദ്ദേഹം യാത്ര ചെയ്തു പോയി. ഫൈദ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു, അപ്പൊ ആ വ്യക്തി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസാണ്. ഫബഅസ്തു ഇലൈഹി അന്ന ജാബിറൻ ബിൽ ബാബ്, അങ്ങനെ ഞാൻ വീടിന് പുറത്തു നിന്നു ജാബിർ ഇബ്നു അബ്ദുല്ലാ വാതിൽക്കലുണ്ട് എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് ആളെ വിട്ടു. ഫറജ അർ റസൂൽ, അങ്ങനെ ഈ വിവരം പറയാൻ പോയ ആൾ മടങ്ങി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു ജാബിർ ഇബ്നു അബ്ദുല്ലാ, ജാബിർ ആണോ എന്ന് ചോദിച്ചു. ഫഖുൽതു നഅം, അതെ എന്ന് പറഞ്ഞു. ഫഖറജ, അങ്ങനെ ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് അദ്ദേഹം ഇറങ്ങി വന്നു. ഫഅതനഖനി, നോക്കൂ നിങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്താണ്, അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം ഷാമിലേക്ക് പോയത് മിക്കവാറും ദഅവത്തിനായിരിക്കും. കാരണം അത്രയും ദൂരെയുള്ള നാട്ടിലേക്ക് ദഅവത്തിനായിരിക്കണം അദ്ദേഹം പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ജിഹാദിനായിരിക്കും. അപ്പൊ ദഅവത്തിനും ജിഹാദിനും വേണ്ടി അവർ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു. എന്നാലോ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസിന് വേണ്ടി അദ്ദേഹമാണ് പോകുന്നത്. അപ്പൊ ഇൽമ അന്വേഷിച്ച് യാത്ര ചെയ്യുക, ദഅവത്തിന് വേണ്ടി അത് ദഅവത്ത് ചെയ്യുന്ന ആളുകളാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം ഇറങ്ങി വന്നു. ഫഖറജ ഫഅതനഖനി, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു ഹദീസുൻ ബലഗനി ലം അസ്മാഹു, ഞാൻ കേൾക്കാത്ത ഒരു ഹദീസ് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഖശീതു അൻ അമൂത ഔ തമൂത, ഞാനോ നിങ്ങളോ മരിക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി. ഈ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാൾ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഖാല സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഹദീസ്. അത് ഹദീസുൽ ഖിസാസ് എന്നറിയപ്പെടുന്ന പരലോകത്ത് പിന്നെ ഓരോരുത്തരുടെയും മദ്ലമത്ത്, മറ്റൊരാൾ ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് മദ്ലൂമിന് കൊടുക്കും, അയാളുടെ പുണ്യങ്ങളെടുത്ത് ഈ മദ്ലൂമിന് കൊടുക്കും എന്ന് പറയുന്ന ഹദീസാണ്. ഖുൽതു, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ വകൈഫ വഇന്നമാ നഅതില്ലാഹ ഉറാതൻ ബുഹ്മൻ, അദ്ദേഹം ചോദിച്ചു, ഈ ഹദീസിൽ പറയുന്നുണ്ട് നഗ്നരായിക്കൊണ്ടായിരിക്കും നിങ്ങളെ പിന്നെ ഒരുമിച്ച് കൂട്ടുക മഹ്ശറിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ നഗ്നരായിക്കൊണ്ട് ഒരുമിച്ച് കൂടുക? ഖാല ബിൽ ഹസനാത്തി വസ്സയ്യിആത്ത്, അദ്ദേഹം പറഞ്ഞു അന്ന് കയ്യിലുണ്ടാവുക പുണ്യങ്ങളും പാപങ്ങളുമായിരിക്കും. വസ്ത്രമില്ല, സ്വത്ത് പോയിട്ട് വസ്ത്രം പോലും ഇല്ല. അന്ന് ആകെ ഓരോരുത്തരും കയ്യിലുണ്ടാവുക ഹസനാത്തും സയ്യിആത്തും മാത്രമായിരിക്കും, പുണ്യങ്ങളും പാപങ്ങളും. ഈ പാപങ്ങൾ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമെന്നായിരിക്കും ഓരോരുത്തരും ചിന്തിക്കുക. പുണ്യങ്ങൾ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കും. അതിനുള്ള മാർഗം മദാലിമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത അക്രമങ്ങൾ, അതിന്റെ പേരിലാണ് ഇത് കൈമാറുക. അപ്പൊ ആ രംഗത്തെക്കുറിച്ചുള്ള ഹദീസാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അൻ സഈദ് ബിൻ മുസയ്യിബ്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഒരു ഇൽമിന് വേണ്ടി, ഒരു ദർസ് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആലിമിനെ കാണാൻ വേണ്ടി കുറച്ചൊരു ദൂരം യാത്ര ചെയ്താൽ നമുക്കത് വലിയ പിന്നെ ത്യാഗമായിട്ടാണ് തോന്നുക. സ്വഹാബത്ത് ഒരു ഹദീസിന് വേണ്ടി, അവർ സ്വഹാബിമാരാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജിഹാദ് ചെയ്തിട്ടുള്ളവരാണ്. എന്നിട്ട് അവർ ഈ ഒരു ഹദീസിന് വേണ്ടി ഇത്രയും യാത്ര ചെയ്തിരുന്നു, കഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ നാട്ടില് ഉലമാക്കൾ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇൽമുള്ള, നമ്മെക്കാൾ വലിമുള്ള ആളുകളുടെ അടുത്ത് പോയി നമുക്ക് ദീൻ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ ഉലമാക്കളുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാം. പൂർണ്ണമായി നമുക്ക് അവിടെ പോയി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സന്ദർശിക്കാം. 1-2 മാസമൊക്കെ പോയി അറബികളുടെ ഉലമാക്കളുടെ അടുത്ത് പോയി ജീവിക്കുകയും അവരുടെ അടുത്തുനിന്ന് പഠിക്കുകയും ചെയ്യാം. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഉലമാക്കളുള്ള നാടുകളിൽ വർഷങ്ങളോളം ജീവിച്ചിട്ട് ഒരു ആലിമിനെ അവർ കാണാതെ മടങ്ങി വരും. ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ അവരിവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന മലയാളം ക്ലാസ്സുകൾ കേട്ട് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എന്ത് വലിയ നഷ്ടമാണത്. അത് ആരുടെ ക്ലാസ് കേൾക്കുകയാണെങ്കിലും അത് വലിയ നഷ്ടമാണ്. കുറച്ചെങ്കിലും അറബി കേട്ട തിരിയുമെങ്കിൽ ഏത് നാട്ടിലാണെങ്കിലും അൽഹംദുലില്ലാ അള്ളാന്റെ ഫദ്ൽ കൊണ്ട് അറബികളായ ആളുകളുടെ അറബ് രാജ്യങ്ങളെല്ലാം ഉലമാക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പൊ നിലവിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ സൗദി അറേബ്യയിലാണെങ്കിലും വേറെ ഗൾഫിൽ ഏത് രാജ്യമാണെങ്കിലും, കുവൈത്തിലാണെങ്കിലും ഇമാറാത്തിലാണെങ്കിലും ഈ രാജ്യങ്ങളിലൊക്കെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുണ്ട്. അപ്പൊ അവരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി ഇൽമു പഠിക്കുക എന്നുള്ളത് അത് സഹാബത്തിന്റെ മാർഗമാണ്, അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഇന്ന മിൻ സആദത്തിൽ അജമി വൽ ഹദസ്, ഒരു അനറബിയുടെയും ഒരു ചെറുപ്പക്കാരന്റെയും ഭാഗ്യമാണ് അൻ യുവഫഖ ലിആലിമിൻ മിൻ അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ആലിമിനെ കാണാൻ പറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ കൊണ്ടുനടക്കുന്ന ബാത്തിലായ വിശ്വാസങ്ങളുണ്ടാകും, ബാത്തിലായ പ്രവൃത്തികളുണ്ടാകും. അതൊക്കെ മനസ്സിലാവുക അഹ്ലുൽ ഇൽമിന്റെ അടുത്ത് നിന്നാണ്, ഉലമാക്കളുടെ അടുത്ത് നിന്നാണ്. അതിന് സാധിക്കാത്ത സന്ദർഭത്തിൽ മാത്രമാണ് ചെറിയ തുല്ലാബുകളിൽ നിന്നും അതുപോലെ തന്നെയുള്ള ദായിമാരിൽ നിന്നൊക്കെ നമ്മൾ ദീൻ പഠിക്കൽ. ഇവർ നമ്മുടെ അവസാനത്തെ വാക്കല്ല, നമ്മുടെ അടിസ്ഥാനം ഉലമാക്കളാണ്. അവരുടെ അടുത്ത് എത്താനും അവരുടെ വാക്കുകൾ കേൾക്കാനും നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അൻ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാഹ് ഖാല ഖുൽതു ലി സഅദ് ബിൻ മാലിക്, സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സഈദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, ഇന്നി ഉരീദു അൻ അസ്അലക അൻ ഹദീസിൻ വ അന അഹാബുക അൻ അസ്അലക അൻഹു. അദ്ദേഹം പറയാണ്, താങ്കളോട് ഒരു ഹദീസ് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചോദിക്കാൻ എനിക്ക് പേടിയാണ്.
ബഹുമാനം കൊണ്ട്. ഹൈബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടിയുള്ള ഭയം, ഇതാണ് ഹൈബത്ത് എന്ന് പറയാം. ഗാംഭീര്യം കൊണ്ട്, ഒരാളുടെ മഹത്വം കൊണ്ട് നമുക്ക് തോന്നുന്ന പേടി. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മടിയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അൽ യാ ഇബ്ന അഖി, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ നീ മടിക്കരുത്. ഇദാ അലിംത അന്ന ഇൻദി ഇൽമൻ ഫസൽനി അൻഹു വലാ തഹബന്ന, എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൽമുണ്ട് എന്ന് നീ കേട്ടാൽ അത് നീ ചോദിച്ചുകൊള്ളുക, അക്കാര്യത്തിൽ ഒരു പേടി വേണ്ട. ഇപ്പൊ ഇൽമു പഠിക്കുന്നതിന്റെ ഒരു അദബാണ് ലജ്ജിക്കാതിരിക്കുക എന്നുള്ളത്. ഒരു കാര്യം നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കുക. ചില സലഫുകൾ പറഞ്ഞതായി കാണാം, ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. ഹദീസാണോ അസറാണ് എനിക്ക് ഓർമ്മയില്ല. ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വലാ മുസ്തക്ബിർ. രണ്ടാളുകൾക്ക് ഇൽമു ലഭിക്കുകയില്ല. ഒന്ന് മുസ്തഹി, ലജ്ജിച്ച് നടക്കുന്നയാൾ, നാണിച്ച് നടക്കുന്നയാൾ, എങ്ങനെയാ ഇപ്പൊ ചോദിക്കുക എന്ന് വിചാരിക്കുന്നയാൾ. വലാ മുസ്തക്ബിർ, അഹങ്കാരി, ഇതിപ്പോ ഞാൻ ചോദിച്ചാൽ എനിക്കിത് അറിയില്ല എന്ന് അവൻ അറിയുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾ. ഈ രണ്ടു കൂട്ടരും ഇൽമു നേടുകയില്ല. അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ റഹിമഹുല്ലാഹ് അന്നഹു സമിഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യുഹദ്ദിസു അന്നഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മകസ്തു സന ഉരീദു അൻ അസ്അല ഉമർ ഇബ്നു ഖത്താബ് അൻ ആയ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്തിനെ പറ്റി ചോദിക്കാൻ ഒരു വർഷം ഞാൻ കാത്തുനിന്നു. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു ആലിമാണ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിമാണ് അബൂബക്കർ, അത് കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകൾ കുറവാണ്, ഫത്വകൾ കുറവാണ്, പക്ഷേ ആലിമാണ്. എന്തുകൊണ്ടാണ് ഫത്വകൾ കുറഞ്ഞു പോയത്, ഇൽമിന്റെ വിഷയത്തിലുള്ള സംസാരം കുറഞ്ഞു പോയത്? ഉലമാക്കൾ പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ മറ്റൊരു മസ്ലഹത്തിന് വേണ്ടി, മറ്റൊരു കാര്യത്തിനു വേണ്ടി തിരക്കിലായിരുന്നു. ജിഹാദും രാജ്യഭരണവും ഇങ്ങനെയുള്ള കാര്യത്തിൽ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം കുറഞ്ഞു പോയത്. അതുപോലെ തന്നെ ഒരാളുടെ സംസാരം കുറയുക എന്നുള്ളത്, എൽമിന്റെ കാര്യത്തിൽ അയാൾ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് ഇയാൾക്ക് എൽമു കുറവാണ് എന്നതിന്റെ അടയാളമല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഹദീസ് അത്ര കുറവാണ്. അപ്പോൾ ഇൽമു എന്ന് പറയുന്നത് സംസാരമല്ല. ഇൽമു എന്ന് പറയുന്നത് ചില സലഫുകൾ പറഞ്ഞതുപോലെ ലൈസൽ ഇൽമു അൻ കസ്റത്തി റിവായ, കുറെ സംസാരിക്കുക എന്നുള്ളതല്ല ഇൽമു. വലാകിന്നൽ ഇൽമ നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫിൽ ഖൽബ്, അല്ലാഹു ഒരാളുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന വെളിച്ചമാണ് ഇൽമു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള വലിയ ആലിമായിരുന്നു, സംസാരം കുറവാണെങ്കിലും. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് സഹാബത്തിന്റെ കൂട്ടത്തിലെ മുഫസ്സിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തിട്ടുള്ള അല്ലാഹുമ്മ ഫഖ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ, അല്ലാഹു അദ്ദേഹത്തിന് ദീനിൽ പാണ്ഡിത്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വലിയ ആലിമാണ്. അങ്ങനെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു വർഷം കാത്തുനിന്ന് ഒരു മസ്അല ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ വേണ്ടി, ഇതുപോലെ ഹൈബത്ത് കൊണ്ട്, ഉമറിനോടുള്ള പേടി കൊണ്ട്. മസ്അല എന്താണ് ഈ സംഭവത്തിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് ഭാര്യമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചപ്പോ ഇവര് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവരുടെ അടുത്ത് വരുമ്പോ എവിടെ നിന്നാണ് ഈ ദുർഗന്ധമുള്ള വസ്തു കഴിച്ചത്, ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ തേൻ കുടിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ട് അവർ തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. ആ സംഭവത്തെക്കുറിച്ചുള്ള ആയത്താണ് സൂറത്ത് തഹരീമിലെ. ഈ ആയത്തിൽ പറഞ്ഞ രണ്ട് ഭാര്യമാരാരാണ് എന്ന് അറിയാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ പേര് ആയത്തിൽ പറഞ്ഞിട്ടില്ല, രണ്ടുപേരുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വൈൻ തവാഹറ അലൈഹി, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരായി തന്ത്രം പ്രയോഗിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വർഷം ഞാൻ നടന്നു. ഹത്താ ഖറജ ഹാജൻ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടു. ഫഖറജ്തു മഅഹു, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടു. അപ്പൊ ഈ മസല ചോദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഒരു കാര്യം അറിയണമെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോ ഒരായത്തിന്റെ യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ ആ രണ്ട് ഭാര്യമാരുടെ പേര് അറിയേണ്ട കാര്യമില്ല. പക്ഷേ എൽമിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അത് ആരാണെന്ന് അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അത് മാറ്റിവെച്ചില്ല, ഒരു വർഷം അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നു. ആ വിഷയം ഒഴിവാക്കിയില്ല, അതറിഞ്ഞ് പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. അതിനുവേണ്ടി ഹജ്ജിന് പോയി. ഫലമ്മ റജഅതു, ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിനിടയിലും ചോദിക്കാൻ പറ്റിയില്ല. മടങ്ങുന്ന സന്ദർഭത്തിൽ വകുന്ന ബിബഅദ് ത്വരീഖ്, പണ്ട് കാലത്തെ ഹജ്ജ് യാത്രയെ കുറിച്ച് ആലോചിച്ച് നോക്കും. മദീനയിൽ നിന്ന് മക്കയിലേക്ക് അങ്ങനെ വളരെ പ്രയാസകരമായ യാത്രയാണ്. അതിനിടയിൽ മടങ്ങുന്ന സന്ദർഭത്തിൽ അദല ഇലൽ അറാഖ് ലിഹാജത്തിൻ ലഹു, ഉമർ റളിയല്ലാഹു അൻഹു മൂത്രമൊഴിക്കാനോ മറ്റു വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക്, ഒരു അറാഖ് മരത്തിന്റെ അടുത്തേക്ക് പോയി. ഖാല ഫവഖഫ്തു ലഹു, അങ്ങനെ അവിടെ ഞാൻ കാത്തുനിന്നു ഒറ്റക്ക് കിട്ടാൻ വേണ്ടി. ഹത്താ ഫറഗ, അങ്ങനെ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ സുമ്മ സിർതു മഅഹു, ഞാൻ ഉമറിന്റെ കൂടെ യാത്ര ചെയ്തു. ഫഖുൽതു യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മനില്ലതാനി തളാഹറത അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അസ്വാജിഹി, ഈ രണ്ട് സ്ത്രീകൾ ആരൊക്കെയാണ്, രണ്ട് ഭാര്യമാർ ആരൊക്കെയാണ്? ഫഖാല തിൽക ഹഫ്സ വ ആയിഷ, ഹഫ്സയും ആയിഷയുമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഖാല ഫഖുൽതു വല്ലാഹി ഇൻ കുൻതു ലഉരീദു അൻ അസ്അലക അൻ ഹാദാ മുൻദു സന, അപ്പോൾ ഉത്തരം കിട്ടിയപ്പോ മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വർഷമായി കാത്തിരിക്കുകയായിരുന്നു ചോദിക്കാൻ വേണ്ടി. ഫമാ അസ്തതിഉ ഹൈബതൻ ലക, താങ്കളോടുള്ള ഹൈബത്ത് കൊണ്ട്,
താങ്കളുടെ ഗാംഭീര്യം കൊണ്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല ഒരു വർഷം. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ തഫ്അൽ, നീ അങ്ങനെ ഇനി ആവർത്തിക്കരുത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളണം. മാ വനന്ത അന്ന ഇൻദി മിൻ ഇൽമിൻ ഫസ്അൽനി, എന്റെ അടുത്ത് എന്തെങ്കിലും ഇൽമുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊള്ളുക. ഫഇൻ കാന ലി ഇൽമുൻ ഖബ്ബർതുക ബിഹി, എന്റെ അടുത്ത് ആ ഇൽമുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരും. സഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ അസറിലെ അതേ ആശയം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ഇൽമു പഠിക്കാൻ ലജ്ജ ഒഴിവാക്കണം. ലജ്ജ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മോശമായ വാക്കുകൾ പറയുക എന്നല്ല, നേരെ മറിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ലജ്ജ ഒരു തടസ്സമാകരുത്. عن أبي سلمة عن ابن عباس رضي الله عنهما أنه أخذ بركاب زيد بن ثابت فقال تنحى ابن عم رسول الله صلى الله عليه وسلم. സുബ്ഹാന അല്ലാഹ്. സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്നത് സഹാബിയാണ്. ഖുർആൻ ക്രോഡീകരിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു ഹാഫിളായിട്ടുള്ള, അതുപോലെ തന്നെ ഫറായിദിന്റെ കാര്യത്തിൽ, അനന്തരാവകാശ നിയമങ്ങളുടെ കാര്യത്തിലൊക്കെ ആഴത്തിൽ ഇൽമുണ്ടായിരുന്ന ഒരു സഹാബിയാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫഖീഹാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാലുവെക്കുന്ന സ്ഥലം, കുതിരപ്പത്തിരുന്നാൽ കാലുവെക്കുന്ന സീറ്റ്, അവിടെ പിടിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നടക്കും. അപ്പൊ ഒരു വേലക്കാരനും അടിമയൊക്കെ നടക്കുന്ന പോലെ ഈ വാഹനത്തിന്റെ സീറ്റ് പിടിച്ചിട്ട് അല്ലെങ്കിൽ കാലുവെക്കുന്ന സ്ഥലം പിടിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിൽക്കും. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു, തനഹയ ഇബ്നു അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ പുത്ര, താങ്കൾ ഇവിടുന്ന് മാറി നിൽക്കുക, അവിടെ നിന്ന് കൈയെടുക്കുക എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഇന്ന ഹാകദാ നഫ്അലു ബികുബറാഇനാ വഉലമാഇനാ, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരോടും പണ്ഡിതന്മാരോടും പെരുമാറുക. അപ്പോൾ ഇൽമിനോടുള്ള അദബ്, അദ്ദേഹം കുടുംബം കൊണ്ട് മുതിർന്ന ആളാണ്, ഒരുപക്ഷെ ഇൽമ കൊണ്ടും അദ്ദേഹം മോശമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന വാഹനത്തിന്റെ കാല് വെക്കുന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ ഒരു സ്കൂട്ടർമേൽ ഇരുന്നാൽ അതിന്റെ കാല് വെക്കുന്ന അവിടെ പിടിച്ചു നിൽക്കുക, അത് കുറച്ച് ഉയരത്തിലാണെങ്കിൽ, അപ്പൊ അത് വളരെ വിനയം കാണിച്ചുകൊണ്ടുള്ള നൃത്തമാണ്. അത് അദ്ദേഹം കാണിച്ചിരുന്നു ഇൽമിനോടുള്ള ബഹുമാനമായിട്ട്. അനിൽ ഹസൻ റഹിമഹുല്ലാഹ് ഖാല അൽ ആലിമു ഖൈറും മിന അസ്സാഹിദി ഫിദ്ദുനിയ അൽ മുജ്തഹിദി ഫിൽ ഇബാദ, ഒരു ആലിമ് ദുനിയാവിനോട് വിരക്തിയോട് ജീവിക്കുന്ന ഒരാളെക്കാൾ, ഒരു സാഹിദിനേക്കാൾ, അതുപോലെ ഇബാദത്തിൽ ഇജ്തിഹാദ് കഠിന പരിശ്രമം ചെയ്യുന്ന ഒരാളെക്കാൾ ഉത്തമമാണ് ഒരു ആലിം. ഒരു ആലിമിനാണ് ഒരു ആബിദിനേക്കാൾ സ്ഥാനമുള്ളത്. കാരണം എന്താണ്? ഒരു ആബിദിന്റെ ഗുണം അവന് മാത്രമുള്ളതാണ്. ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമസ്കരിക്കാൻ, രാത്രി നേരെ വെളുക്കുന്നേരം നമസ്കരിക്കാൻ, നോമ്പാണ് എല്ലാ ദിവസവും, അയാൾക്ക് ഗുണമുണ്ട്. പക്ഷെ അത് അയാൾക്ക് മാത്രം, ആഖിറത്തിൽ അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും, വേറൊരാൾക്കും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ ഒരു ആലിമ് ഫർള് മാത്രം ചെയ്യുന്ന ആളാണെങ്കിലും അയാൾ ദീന് ഇഖ്ലാസോട് കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ഉമ്മത്തിന് മുഴുവൻ ഗുണമുണ്ടാകും. അവരെല്ലാവരും ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും, അള്ളാഹുലേക്ക് അടുക്കും. അതുകൊണ്ട് ഒരു ആലിമിനാണ് കൂടുതൽ ഫദ്ലുള്ളത്. അൻ അബീ ഖിലാബ റഹിമഹുല്ലാഹ് ഖാല, അബൂ ഖിലാബത്ത് അൽ ജർമി, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറയുന്നു, അൽ ഉലമാഉ കമഥലിൻ നുജൂം, ഇതിനർത്ഥം ഉലമാക്കൾ ഇബാദത്ത് ചെയ്യില്ല എന്നല്ല. ഉലമാക്കൾ ഫർളും സുന്നത്തും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇബാദത്തിൽ തുല്യമായാലും, ഒരു ആലിമും വേറൊരു സാധാരണക്കാരനും ഇബാദത്തിലൊക്കെ തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആബിദ് സാധാരണക്കാരനായ വ്യക്തി ആലിമിനേക്കാൾ ഇബാദത്ത് ചെയ്താലും ഈ ആലിമ് തന്റെ ഇൽമു കൊണ്ട് അയാളെ തോൽപ്പിക്കും എന്ന് മാത്രം. അബൂ ഖിലാബ പറയുകയാണ്, അൽ ഉലമാഉ കമഥലിൻ നുജൂം അല്ലതി യുഹ്തദാ ബിഹാ, ജനങ്ങൾ വഴി കാണാൻ ഉപയോഗിക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് ഉലമാക്കൾ. പണ്ട് കാലത്ത് വഴി അറിയാൻ ആകെയുള്ള മാർഗ്ഗ നക്ഷത്രങ്ങളാണ്. ഇന്നത്തെ പോലെ നമുക്ക് ലൊക്കേഷനൊന്നുമില്ല, മാപ്പില്ല. അപ്പൊ കടലിലൊക്കെ പോകുന്ന സമയത്ത് നക്ഷത്രം നോക്കിയിട്ടാണ് വഴി കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. വല്ല അലാമില്ലത്തി യുക്തദാ ബിഹാ, അതുപോലെ തന്നെ വഴി അറിയാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ പോലെയാണ്. ഫൈദാ തഗയ്യബത്, ഈ നക്ഷത്രങ്ങളും അതുപോലെ വഴിയടയാളങ്ങളും ഒക്കെ നീങ്ങിപ്പോയാൽ തഹയ്യറു, ജനങ്ങൾ അങ്കലാപ്പിലാകും, ആശയക്കുഴപ്പത്തിലാകും. ആരോടാണ് ദീനിന്റെ കാര്യങ്ങൾ ചോദിക്കുക? നമുക്കൊരു സംശയം തോന്നിയാൽ ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. വൈദാ തറകൂഹ വല്ലു, ഇനി ഒരാൾ ബോധപൂർവം ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, അങ്ങോട്ട് ഞാൻ നോക്കുന്നില്ല, ഞാൻ സ്വന്തമായി വഴി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് കടലിൽ യാത്ര ചെയ്താൽ വല്ലു, വഴി പഴച്ചു പോവുകയും ചെയ്യും. عن صالح بن محمد بن زائدة أن فتية من بني ليث كانوا عبادا. ബനു ലൈസ് എന്ന കുടുംബത്തിൽപ്പെട്ട കബീലയിൽപ്പെട്ട കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. കാനു ഉബ്ബാദൻ, വലിയ ആബിദീങ്ങളാണ്, ഇബാദത്തിൽ സജീവമായി മുഴുകുന്ന യുവാക്കളാണ്. വകാനു യറൂഹൂന ബിൽ ഹാജിറത്തി ഇലൽ മസ്ജിദ്, അവര് ളുഹറിന്റെ കുറെ മുമ്പ്, ളുഹ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് പോകും. വലാ യസാലൂന യുസല്ലൂന ഹത്താ യുസല്ലൽ അസ്ർ, അസ്ർ വരെ അവർ നമസ്കാരത്തിലായിരിക്കും. ളുഹർ വരെ സുന്നത്ത് നമസ്കരിക്കും, പിന്നെ ളുഹർ കഴിഞ്ഞിട്ട് അസ്ർ വരെ നഫ്ൽ മുത്ലഖായുള്ള നമസ്കാരം നമസ്കരിക്കും. ഫഖാല സ്വാലിഹ് ലി സഈദ് ഇബ്നു ജുബൈർ, അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സ്വാലിഹ് ബിൻ മുഹമ്മദ് ബിൻ സായിദ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ സഈദ് ഇബ്നു ജുബൈറിനോട്, താബിഈങ്ങളാണ്,
സഈദ് ഇബ്നു ജുബൈറിനോട് പറഞ്ഞു, ഹാദിഹി ഹിയൽ ഇബാദ ലൗ നഖ്വാ അലാ മാ യഖ്വാ അലൈഹി ഹൗലാൽ ഫിത്യാൻ. ഇതാണ് ഇബാദത്ത്. ഈ യുവാക്കള് ചെയ്യുന്നത് പോലെയുള്ള ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവർക്ക് പ്രായമായിട്ടുണ്ടാകും, ഇവരെ പോലെ നമുക്കുമാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. അപ്പൊ അന്നത്തെ കാലത്ത് മുതിർന്ന ആൾക്കാർ ചെറുപ്പക്കാരോടുള്ള അവരുടെ മനസ്സിങ്ങനെയായിരുന്നു, നല്ല ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ, അവരുടെ വിനയം കൊണ്ടാണ്. സഈദ് ഇബ്നു ജുബൈറൊക്കെ അറിയപ്പെട്ട ആബിദാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറയുകയാണ്, ഇവരെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഖാല സഈദ്, അപ്പൊ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ ഹാദിഹിൽ ഇബാദ, ഇതല്ല ഇബാദത്ത്, ഇതാണ് ഇബാദത്ത്, ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നാണല്ലോ സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ ഇതല്ല ഇബാദത്ത്. വലാകിന്നൽ ഇബാദ, യഥാർത്ഥ ഇബാദത്ത് എന്ന് പറയുന്നത് ഇതിനർത്ഥം ഇവർ ചെയ്തത് മോശമാണെന്നല്ല, ഇതിനേക്കാൾ വലിയൊരു ഇബാദത്തുണ്ട്. അതെന്താണ്? അത്തഫഖുഹു ഫിദ്ദീൻ, ദീൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും സമയം അവര് ഇൽമിന്റെ മജ്ലിസിലാണ് ഇരുന്നിരുന്നതെങ്കിൽ അത് ഇതിനേക്കാൾ ശ്രേഷ്ഠമാകുമായിരുന്നു. വത്തഫക്കുറു ഫി അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുക, ഖുർആനും ഹദീസും എടുത്തിട്ട് അതിൽ നിന്ന് ദീനിന്റെ അഹ്കാമുകൾ പഠിക്കാൻ ശ്രമിക്കുക, അതാണ് ഈ നമസ്കാരത്തെക്കാൾ വലുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂനഹു. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്. ഫൻദുറൂ, അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നോക്കണം, അമ്മൻ തഅഖുദൂന ദീനഹു, നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമ പഠിക്കണം എന്ന് പറയുമ്പോൾ ഇൽമ പഠിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു അദബാണ്. ആരിൽ നിന്നാണ് ഇൽമ പഠിക്കേണ്ടത്? ഇൽമ പഠിപ്പിക്കാൻ ആര് മെനക്കെട്ടാലും അവരുടെ അടുത്ത് ആളുകൂടും. ചില മുൻഗാമികൾ പറഞ്ഞൊരു വാക്കുണ്ട്, മൻജലസ ജുലിസ ഇലൈഹി, ആര് പോയി കസേരയിൽ ഇരുന്നാലും അവിടെ ആളുകൾ വന്നിരിക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ആളുകൂടിയ ആൾക്കാരിൽ നിന്നൊക്കെ ഇൽമ എടുക്കുക എന്നുള്ളത് ശരിയല്ല. ഉലമാക്കൾ പറയുന്നത് 3 തരം ആളുകളിൽ നിന്ന് ഇൽമ പഠിക്കാൻ പാടില്ല. ഒന്ന് മുബ്തദി, അള്ളാഹുവിന്റെ ദീനിൽ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും അഖീദയിൽ നിന്ന് പഠിച്ചുപോയിട്ടുള്ള ബിദ്അത്തിന്റെ ആളുകൾ. രണ്ടാമത്തേത് ഫാസിഖ്, വൻപാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, കബീറത്തുകൾ, വൻപാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് ജാഹിൽ, ഇൽമ പഠിക്കാത്ത, അവൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ യാതൊരു അറിവുമാർക്കും ഉണ്ടാവുകയില്ല. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് തോന്നിയത് കിതാബിൽ നിന്ന് വായിച്ച് വിളിച്ചു പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ജാഹിലിന്റെ അടുത്ത് നിന്ന് ഇൽമെടുക്കാൻ പാടില്ല. ഈ 3 വിഭാഗത്തിൽ നിന്ന് ഇൽമെടുക്കാൻ പാടില്ല. അതാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അവിടെ പറയുന്നത്. ഖാല മുഹമ്മദ് ബിൻ സീരീൻ തന്നെ പറഞ്ഞു, കാനു ലാ യസ്അലൂന അനിൽ ഇസ്നാദ്, ആദ്യകാലത്ത് സഹാബത്ത് ഇസ്നാദിനെ കുറിച്ച് ചോദിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഇത് എവിടെ നിന്ന് കേട്ടു എന്ന ചോദ്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും വിശ്വസ്തരാണ്. ഫലമ്മ വഖഅത്തിൽ ഫിത്ന തുടങ്ങിയപ്പോൾ, അഥവാ ഖവാരിജികളും മുർജിയാക്കളും ഇങ്ങനെയുള്ള ബിദ്അകൾ സഹാബത്തിന്റെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിത്നകൾ ഉണ്ടായപ്പോൾ ഖാലു, സഹാബത്ത് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ താബിഈങ്ങൾ ചോദിക്കാൻ തുടങ്ങി, സമ്മൂ ലനാ റിജാലക്കും, നിങ്ങളുടെ ആളുകളുടെ പേര് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഒരാള് ഒരു ഇൽമ പറഞ്ഞു കൊടുത്താൽ നിനക്ക് ആര് പറഞ്ഞു തന്നു, അവനാര് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സനദ് ചോദിക്കാൻ തുടങ്ങി. ഫനൻദുറു ഇലാ അഹ്ലി സുന്ന ഫനഅഖുദു ഹദീസഹും, ഈ സനദിലുള്ളത് അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെങ്കിൽ ആ ഹദീസ് എടുക്കും. വഇല അഹ്ലിൽ ബിദ്അ ഫലാ നഅഖുദു ഹദീസഹും, ബിദ്അത്തിന്റെ ആളുകളാണെങ്കിൽ അവരുടെ ഹദീസ് സ്വീകരിക്കുകയില്ല. അൻ യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാഹ് ഖാല ഖീല ലി സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഇലാ മതാ തത്ലുബുൽ ഹദീസ്. സുഫിയാൻ അസ്സൗരിയോട് ചോദിച്ചു, ഇലാ മതാ തത്ലുബുൽ ഹദീസ്, എത്ര കാലമാണ് താങ്കൾ ഹദീസ് പഠിക്കുക? ഇതും പ്രധാനപ്പെട്ട സലഫു സാലിഹ്യങ്ങളുടെ ഒരു മര്യാദയാണ്. അവരുടെ കാലത്ത് ത്വലബുൽ ഇൽമിന് ഒരു പരിധി ഉണ്ടായിരുന്നില്ല. ഇത്ര വർഷം പഠിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ പഠനം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള കോളേജുകളും മറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം ആൾക്കാരുടെ മനസ്സിൽ അറിയാതെ ഒരു സങ്കല്പം വന്നിട്ടുണ്ട്. 4-5 വർഷം അല്ലെങ്കിൽ മാക്സിമം 8-10 വർഷം പഠിച്ചാൽ അവന്റെ പഠനകാലം കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത, അത് അറിയാതെ ആൾക്കാർ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം കോളേജുകളിൽ അങ്ങനെ സാധിക്കുള്ളൂ, മരണം വരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു സ്ഥാപനത്തിനും കഴിയില്ല. അതുകൊണ്ട് അവരൊരു സംവിധാനം അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ശറഇൽ അങ്ങനെ ഒരു കാലപരിധിയില്ല. പഠനം എന്ന് പറയുന്നത് മരണം വരെയാണ്, അതിനൊരു പ്രായപരിധിയില്ല. അപ്പോ ഇദ്ദേഹം പറയാണ്, യഹ്യ ഇബ്നു അബി കസീർ പറയുകയാണ്, സുഫിയാൻ അസ്സൗരി പറഞ്ഞു, എത്ര കാലം നീ ഇൽമു പഠിക്കുമെന്ന് ചോദിച്ചപ്പോ വഅയ്യു ഖൈറിൻ അന ഫീഹി ഖൈറും മിനൽ ഹദീസ്, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എത്ര കാലം പഠിക്കുമെന്നാണല്ലോ ചോദിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ പഠിത്തം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പണി എന്നാണ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ ഇതിനേക്കാൾ നല്ല എന്ത് പണിയാണുള്ളത്? ഇൽമു പഠിക്കുന്നതിനേക്കാൾ നല്ല മറ്റെന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ, എന്നാലല്ലേ ഇത് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാം. ഫഅയ്യു ഖൈറിൻ അന ഫീഹി ഖൈറും മിനൽ ഹദീസ് ഫഅസീറ ഇലൈഹി, എനിക്കിത് ഉപേക്ഷിച്ച് പോകാൻ മാത്രം ഇതിനേക്കാൾ നല്ല എന്തെങ്കിലും കാണിച്ചു തരൂ, എന്നാൽ ഞാൻ അതിലേക്ക് പോകാം. അപ്പൊ അതില്ലാത്തടത്തോളം കാലം മരണം വരെ ഞാൻ ദീൻ പഠിക്കുന്നത് തുടരും എന്നർത്ഥം. അൻ ശാഫിഈ റഹിമഹുല്ലാഹ്
ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖിറാഅത്തുൽ ഹദീസി ഖൈറും മിൻ സ്വലാത്തി തതവ്വു, ഹദീസ് വായിക്കുക എന്നുള്ളത് സുന്നത്ത് നമസ്കാരത്തെക്കാൾ ഉത്തമമാണ്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള ഒരു മസലയാണ്. പക്ഷേ ഇമാം അഹ്മദും ഇമാം ഷാഫിയും അതുപോലെയുള്ള മുഹഖ്ഖിഖീങ്ങളായ അയിമ്മത്ത് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഏറ്റവും അഫ്ളലായ നാഫിലത്ത്, ഫർള് കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളൽ എന്താണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ ജിഹാദ് എന്ന് പറഞ്ഞവരുണ്ട്, ചിലർ വേറെ പലതും പറഞ്ഞവരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ശരിയായി കൂടുതൽ അറിയപ്പെട്ട ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണുന്നത് തൊലബുൽ ഇൽമാണ്. ഫർളായ അമലുകൾക്ക് കഴിഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുന്നത്തായ അമല് ഇൽമു പഠിക്കുകയും വായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. عن المعتمر ابن سليمان رحمه الله عن أبيه قال رجل لأبي مجلز, ഇമാം അബൂ മിജ്ലിസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, വഹും യതദാക്കറൂന അൽ ഫിഖ്ഹ വസ്സുന്നഹ്, അവർ ഫിഖ്ഹിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ വന്നിട്ട് ഒരാൾ പറയാണ്, ഇപ്പോൾ ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൽമിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മസ്അലകൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലോ ഖറഅത സൂറത്തൻ ഔ ഖറഅതും സൂറത്തൻ, നിങ്ങൾ ഓരോരുത്തരും ഒരു സൂറത്ത് ഓതിയിരുന്നെങ്കിൽ, ഈ സമയം ഇരുന്നിട്ട് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു, ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം, ഇൽമു പഠിക്കുന്നതിന് പകരം. ഫഖാല, അപ്പോൾ അബൂ മിജ്ലിസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ അറ അന്ന ഖിറാഅത സൂറത്തിൻ അഫ്ളലു മിമ്മാ നഹ്നു ഫീഹി, ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് ഇതിനേക്കാൾ അഫ്ളലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇൽമു പഠിക്കുക എന്നുള്ളതിനേക്കാൾ അഫ്ളലാണ് ഖുർആൻ ഓതുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് അന്നഹു ഖാല, ഇന്ന ഖൗമൻ തറക്കുൽ ഇൽം, ഇൽമു പഠിച്ചിട്ടില്ലെങ്കിലുള്ള അപകടം. അപ്പോൾ ഇൽമു പഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കുറെ അസറുകൾ കേട്ടു, അതിന്റെ പ്രാധാന്യവും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള അസറുകൾ. ഇനി ഇത് ഉപേക്ഷിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഒരാൾക്ക് ഇൽമിനോട് താല്പര്യമില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇബ്നു സിരീൻ താബിഇയാണ്, അനസ് ബിൻ മാലിക്കിന്റെ ശിഷ്യനാണ്. അപ്പൊ അന്നത്തെ അവസ്ഥ അദ്ദേഹം പറയുകയാണ്, ഇന്ന ഖൗമൻ തറക്കുൽ ഇൽം, ഒരു വിഭാഗം ആളുകൾ അവർ ഇൽമു ഉപേക്ഷിച്ചു, ഫത്തഖദു മഹാരീബ വസല്ലു ഫീഹാ വസാമു, എന്നിട്ട് അവർ എന്താണ് ചെയ്തത്? ഇൽമു ഉപേക്ഷിച്ച് ദുനിയാവിന്റെ പിന്നാലെ പോയിരിക്കല്ല, അല്ലെങ്കിൽ മാസിയത്തുകളുടെ പിറകെ പോയതല്ല, ഇൽമു ഉപേക്ഷിച്ച് അവർ ഇബാദത്തിൽ മുഴുകി. വസല്ലു ഫീഹ, അവർ നമസ്കാരം തുടങ്ങി, നമസ്കരിക്കാനായിട്ട് ഒഴിഞ്ഞിരുന്നു. വസ്വാമു, എല്ലാ ദിവസവും നോമ്പ് നിൽക്കാൻ തുടങ്ങി. ഹത്ത യബ്സ ജിൽദു അഹദിഹിം അലാ അൾമിഹി, എത്രത്തോളം വെച്ചാൽ നിരന്തരം നോമ്പ് നോറ്റിട്ട് അവർക്ക് എല്ലും തൊലിയും മാത്രമായി, ഇറച്ചിയില്ലാത്ത അവസ്ഥ, അത്രയും മെരിഞ്ഞു ഉണങ്ങിപ്പോയി അവർ ഭക്ഷണം കഴിക്കാതെ. സുമ്മ ഖാലഫു സുന്നത ഫഹലകു, പിന്നീട് അവർ സുന്നത്തിനെതിരായി, അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾക്കെതിരായി, ഫഹലകു, അവർ നശിച്ചുപോയി. ഖവാരിജുകളെ കുറിച്ചാണ് പറയുന്നത്. അവര് ആദ്യകാലത്ത് സ്വഹാബത്തിന്റെയും താബഈങ്ങളുടെയൊക്കെ മജ്ലിസുകളിൽ ഇൽമു പഠിച്ചിരുന്നവരാണ്. പിന്നെ ഈ ഇൽമൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഇബാദത്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇബാദത്തിൽ മുഴുകി ചില ഖവാരിജുകൾ. അങ്ങനെ അവസാനം അവർ ഖവാരിജായി മാറി നശിച്ചുപോയി. ഫലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവാണേ സത്യം, മാ അമില ആമിലുൻ ഖത്തു അലാ ജഹ്ലിൻ, ഒരാൾ ജഹലിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാൻ തിരിഞ്ഞാൽ, ഇല്ലാ കാന മാ യുഫ്സിദു മിൻഹു അക്സറ മിമ്മാ യുസ്ലിഹ്, അവന്റെ നാശമായിരിക്കും നന്മയേക്കാൾ കൂടുതൽ, അവനെ കൊണ്ടുള്ള അപകടമായിരിക്കും അവനെ കൊണ്ടുള്ള ഗുണത്തേക്കാൾ കൂടുതൽ. അപ്പൊ ഇത് ഏത് കാലത്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. സഹാബത്തിന്റെ കാലത്താണ്, ഈ ഉമ്മത്തിന്റെ ആഫിയത്തിന്റെ നല്ല കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ ഇവര് ഇൽമു ഉപേക്ഷിച്ച് ഇബാദത്തിലേക്കാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായും ഇൽമു ഉപേക്ഷിച്ച് ദുനിയാവിന്റെ പിന്നാലെയോ അതുപോലെ തന്നെ മാസിയത്തുകളുടെ പിന്നാലെയോ പോയാൽ എന്ത് സംഭവിക്കും? അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ യുക്തിവാദത്തിലേക്കും മറ്റു പല ദലാലത്തുകളിലേക്കും പോകുന്നത്. അങ്ങനെ പോയ ഒരാളുടെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഇൽമിൽ മുഴുകിയിരുന്ന ഒരാൾ, ദീന് പഠിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തിയിരുന്ന ഒരാൾ അങ്ങനെ പോകുന്നത് കാണുന്നുണ്ടോ? ഇല്ല. അവരാദ്യം ഇൽമു ഉപേക്ഷിക്കും, പിന്നെയാണ് അവര് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്തുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൽമു പഠിക്കുക എന്നുള്ളത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വേണമെങ്കിലാവാം എന്നുള്ള കാര്യമല്ല, അത് നമ്മുടെ ദീൻ നിലനിൽക്കാൻ അടിസ്ഥാനപരമായി വേണ്ട കാര്യമാണ്. عن ابن عباس رضي الله عنه قال تذاكر العلم بعض ليلة أحب إلي من إحيائها, ഒരു രാത്രി മുഴുവൻ ഹയാത്താക്കുക, ഇബാദത്ത് ചെയ്ത് നമസ്കരിച്ച് ഹയാത്താക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രിയിൽ കുറച്ച് സമയം ഇൽമ് മുദാക്കറ നടത്തുന്നതാണ്, പരസ്പരം ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇൽമിന്റെ മഹത്വം നമസ്കാരത്തെക്കാൾ ഖിയാമുൽ ലൈലിനേക്കാൾ ഇൽമിന് മഹത്വമുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? ഖിയാമുൽ ലൈൽ നമസ്കരിക്കരുതെന്നോ അല്ലെങ്കിൽ മറ്റുള്ള നാഫിലത്തായ ഇബാദത്തുകൾ ഉപേക്ഷിക്കണമോ എന്നല്ല. ഓരോ ഇബാദത്തും നമുക്ക് ആവശ്യമാണ്, അതിന് അതിന്റേതായ ഗുണമുണ്ടാകും. ഇപ്പൊ കൂലി തലബുൽ ഇൽമിനാണ് കൂടുതലെങ്കിലും നമ്മുടെ മനസ്സ് നന്നാകാൻ, ഖുശൂ ഉണ്ടാകാൻ, അതുപോലെ തന്നെ മറ്റു പല പ്രയോജനങ്ങളും ഖിയാമുൽ ലൈൽ കൊണ്ടുണ്ടാകും. നമുക്ക് ദുആ ചെയ്യാനുണ്ടാകും, അല്ലാഹുവിനോട് ചോദിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളുണ്ടാകും, അത് നമുക്ക് നമസ്കരിക്കണം. അപ്പൊ എല്ലാം ആവശ്യമാണ്. പക്ഷേ ഇൽമിന്റെ മഹത്വം അത്രത്തോളം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് സഹാബത്തും താബീങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അൻ ഇബ്നു വഹബ് റഹിമഹുല്ലാഹ് ഖാല കുൻതു ഇൻദ മാലിക് ഇബ്നു അനസ്, അബ്ദുല്ലാഹ് ഇബ്നു വഹബ്
അദ്ദേഹം ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുൻഗാമികളായ ആളുകൾ, ഒരു ആലിമിന്റെ ശിഷ്യൻ, ആലിമും അദ്ദേഹത്തിന്റെ ശിഷ്യനും രണ്ട് വൻകരയിലായിരിക്കും ചിലപ്പോൾ. ഇമാം അഹമ്മദിന്റെ ശിഷ്യൻ നമ്മൾ പറഞ്ഞു ബഖീ ഇബ്നു മഖ്ലദ്, അദ്ദേഹം യൂറോപ്പിലാണ്. അതുപോലെ ഇവിടെ ഇമാം മാലിക്കിന്റെ അറിയപ്പെട്ട ശിഷ്യനാണ് അബ്ദുല്ലാഹിബ്നു വഹബ് റഹിമഹുല്ലാഹ്, അദ്ദേഹം മിസ്രിയാണ്, ഇത്ര ദൂരെയാണ്, മറ്റൊരു രാജ്യത്ത് നിന്ന് വന്നതാണ്. അപ്പൊ രാജ്യവും ഭൂഖണ്ഡവും ഭാഷയും ഒന്നും ഇൽമിന് തടസ്സമല്ല എന്ന് ഈ സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അബ്ദുല്ലാഹിബ്നു വഹബ് പറയുകയാണ്, കുന്തു ഇൻദ മാലിക് ഇബ്നു അനസ് ഫജാഅത് സ്വലാത്തു ളുഹർ, ളുഹർ നമസ്കാരമായി, ഔൽ അസ്ർ അല്ലെങ്കിൽ അസ്ർ, വഅന അഖറഉ അലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് വായിക്കുകയാണ്. അപ്പൊ സലഫുകൾ ഇപ്പോഴുള്ള ഉലമാക്കളാണെങ്കിലും ഇൽമു പഠിക്കുന്ന രീതിയാണ്, ഒരു ശിഷ്യൻ എന്ത് ചെയ്യും, പഠിക്കുന്ന വിദ്യാർത്ഥി ഉസ്താദിന്റെ അടുത്തുനിന്ന് കിതാബ് വായിക്കും, ആ ഉസ്താദ് അത് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വഅൻദുറു ഫിൽ ഇൽമി ബൈന യദൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫജമഅതു കുതുബി വഖുംതു ലിഅർക, അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ കിതാബുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അടുക്കി ഒതുക്കി വെച്ച് നിസ്കരിക്കാൻ എഴുന്നേറ്റു. ഫഖാല ലി മാലിക്, സുന്നത്ത് നിസ്കരിക്കാൻ പോവുകയാണ്. ഇപ്പം മാലിക് ചോദിച്ചു, മാ ഹാദാ, നീ എന്താണ് ചെയ്യുന്നത്? ഖുൽതു അഖൂമു ലിസ്സലാഹ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ഖാല ഇന്ന ഹാദാ ലഅജബ്, നിന്റെ കാര്യം അത്ഭുതമാണ്. ഫമല്ലദീ ഖുംത ഇലൈഹി ബിഅഫ്ള മിനല്ലദീ കുൻത ഫീഹി ഇദാ സഹഹത് നിയ്യതു ഫീഹി, നീ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പണി അതിനേക്കാൾ വലിയ കാര്യമല്ല നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിന്റെ നിയ്യത്ത് ശരിയാണെങ്കിൽ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, നിയ്യത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ സലഫുകൾക്കിടയിൽ ഏറ്റവും അഫ്ളായ അമൽ ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞു. ഫർള് കഴിഞ്ഞാൽ ജിഹാദാണോ തലബുൽ ഇൽമാണോ? പക്ഷെ ഇതിൽ തൊലബുൽ ഇൽമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറയുമ്പോൾ അവർ പറയും ലിമൻ സലുഹത് നിയ്യത്തുഹു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു തൊലബുൽ ഇൽമിനോട് തുല്യമായി മറ്റൊരു അമലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു ലിമൻ സലഹത് നിയ്യത്തുഹു, നിയ്യത്ത് നന്നായാൽ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റു അമലുകളെ കുറിച്ച് പറയുമ്പോൾ അത് കാണുന്നില്ല, ഇത്രയധികം കാണുന്നില്ല. കാരണം എന്താണ്? തൊലബുൽ ഇൽമ എന്ന് പറയുന്നത് നിയ്യത്ത് നഷ്ടപ്പെടാൻ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ്. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൽമ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട്, ഒരു ഷഹവത്താണ്. അത് ദീനിയായ ഇൽമാണെങ്കിലും ദുനിയവിയായ ഇൽമാണെങ്കിലും മനുഷ്യന്റെ ഷഹവത്തുകൾപ്പെട്ട ഒരു ഷഹവത്താണ് വായനയും പഠനവും, അങ്ങനെ അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഷഹവത്തിന് വേണ്ടി പഠിക്കും ചില ആളുകൾ, അത് ഒരു അപകടമാണ്. രണ്ടാമത്തേത്, ഇൽമ പഠിച്ചാൽ എന്ത് ചെയ്യും? ശുഹറത്തുണ്ടാകും, പ്രശസ്തി ഉണ്ടാകും. ഇവൻ ഇൽമുള്ള ആളാണ്, ആളുകൾ അവന്റെ അടുത്തേക്ക് വന്ന് മസാലകൾ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പഠിക്കുന്ന സമയത്തുണ്ടാകുന്നതാണ്, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഉലമാക്കളൊക്കെ ആവർത്തിച്ച് പറയുന്നത് ലിമൻ സലഹത് നിയ്യത്തുഹു. ഇമാം അഹ്മദ് പറഞ്ഞത് ത്വലബുൽ ഇൽമി ലാ യഅദിലുഹു ഷൈ, ത്വലബുൽ ഇൽമിന് തുല്യമായി ഒന്നുമില്ല. ലിമൻ സഹഹത് നിയ്യത്തുഹു, ലിമൻ സലഹത് നിയ്യത്തുഹു, നിയ്യത്ത് ശരിയായാൽ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു കൈഫ തസ്ലഹു നിയ്യ, നിയ്യത്ത് എങ്ങനെയാണ് ശരിയാവുക? ഇമാം അഹ്മദ് പറഞ്ഞു യത്ലുബുൽ ഇൽമ ലിനഫ്സിഹി വയതവാള. രണ്ട് കാര്യങ്ങളാണ്. ഇൽമ പഠിക്കുമ്പോൾ എന്റെ പരലോകം നന്നാകാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന നിയ്യത്ത് വെക്കുക, നാളെ പ്രശസ്തനാകാൻ വേണ്ടിയല്ല, ഇത് പഠിപ്പിച്ചെന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല. അതുപോലെ യതവാള, ഹക്കിന്റെ മുന്നിൽ വിനയം കാണിക്കുക, തന്റെ നിലപാടിൽ തെറ്റ് കണ്ടാൽ അത് തിരുത്താനുള്ള സന്നദ്ധത ഉണ്ടാവുക. അതാണ് ഇഖ്ലാസുള്ള താലിബുൽ ഇൽമിന്റെ അടയാളം എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോ ഇമാം മാലിക്കിന്റെ അസറാണ് ഇപ്പോൾ കണ്ടത്. അബ്ദുല്ലാഹിബ്നു വഹബിനോട് അദ്ദേഹം പറയുകയാണ്, നീ ഇതുവരെ ചെയ്തത് അഥവാ പഠിക്കുക എന്നുള്ളത് ഈ സുന്നത്ത് നമസ്കാരത്തെക്കാൾ ഒട്ടും മോശമല്ല. അപ്പോ ഇതും ഒരു മസാല മനസ്സിലാക്കേണ്ടതാണ്. ഒരാൾക്ക് ത്വലബുൽ ഇൽമും ഒരു നാഫിലത്തായ സുന്നത്തായ ഇബാദത്തും തമ്മിൽ തിരക്ക് വന്നാൽ, ഇതിൽ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നാൽ ഇൽമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില ആൾക്കാർ കാണാം ക്ലാസ്സുകൾ നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്നിട്ട് ഒരു സുന്നത്ത് നമസ്കരിക്കും. അതിനേക്കാൾ നല്ലത്, ആ സുന്നത്ത് നമസ്കാരത്തെക്കാൾ നല്ലത് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റെന്ത് സുന്നത്തായ അമലുകളാണെങ്കിലും ആ സമയത്ത് അതിന് ഒഴിവാക്കാൻ പറ്റാത്ത ഇൽമിന്റെ ഒരു സദസ്സ് അവിടെ നടക്കുന്നുണ്ട്, രണ്ടിലൊന്നേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഇൽമാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഇനി എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം? ക്ലാസ്സുകൾ നിർത്തിവെച്ച് സുന്നത്ത് നമസ്കരിച്ച് നിസ്കാരം ഫർള് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാം എന്നാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇൽമാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നല്ല ഇൽമുള്ള ഒരാളാണെങ്കിൽ, ഒരു വലിയ ആലിമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇൽമിനാണ് പ്രാധാന്യം. ചില സഹാബത്തിന്റെ അസറുകൾ കാണാൻ സാധിക്കും. ഫർദ് നമസ്കാരം തന്നെ അവർ ഇൽമിന്റെ സദസ്സുകൾക്ക് വേണ്ടി നീട്ടിവെച്ചതായിട്ട്. അതേതെങ്കിലും സാധാരണക്കാരനായ വിദ്യാർത്ഥിയാവുകയില്ല, വലിയൊരു ആലിമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മജ്ലിസ് അപ്പോഴേ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇൽമിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. عن سفيان الثوري رحمه الله قال لا أعلم من العبادة شيئا أفضل من أن يعلم الناس العلم. ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുക എന്നതിനേക്കാൾ അഫ്ളലായ ഒരു ഇബാദത്ത് എനിക്കറിയില്ല എന്ന് സുഫിയാൻ സൗരി
റഹിമഹുല്ലാ പറയുകയുണ്ടായി. عن الحسن البصري رحمه الله قال لباب واحد من العلم أتعلمه أحب إلي من الدنيا وما فيها. ഇൽമിന്റെ ഒരു ബാബ്, ഒരു അധ്യായം, ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പോ നോമ്പിന്റെ അഹ്കാമുകൾ, അതാണ് ഒരു ബാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈദിനെ കുറിച്ചുള്ള അധ്യായം, അത് പഠിക്കുക എന്നുള്ളതാണ് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാ പറയുകയുണ്ടായി. عن ابن شوذب رحمه الله قال كان أبو السوار العدوي في حلقة يتذاكر فيه العلم. ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നു അബു സിവാർ അൽ അദവി റഹിമഹുല്ലാ. വമഅഹും ഷാബുൻ, അവരുടെ കൂട്ടത്തിൽ ഒരു യുവാവുണ്ട് സദസ്സിൽ. ഫഖാല, അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, നിങ്ങൾ ഇങ്ങനെ ഇൽമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കോളൂ, ദിക്ർ ചൊല്ലിക്കോളൂ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഫഖാല ഫഗളിബ അബു സിവാർ, അപ്പോൾ ഇദ്ദേഹം, ഈ ആലിമ്, അദ്ദേഹം ദേഷ്യപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, വൈഹക് ഫി അയ്യി ഷൈഇൻ കുന്നാ ഇദൻ, തസ്ബീഹും ഹംദൊക്കെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ മജ്ലിസുകൾ ദിക്റാണ്. അപ്പോൾ ദിക്റിന്റെ സദസ്സുകൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമിന്റെ സദസ്സുകളാണ്. ഹദീസുകൾ കാണുന്ന ഹൽഖത്തു ദിക്ർ എന്ന് പറയുന്നത് അത് ഹലാൽ ഹറാമിന്റെ മജ്ലിസാണ്. കാരണം എന്താണ്? ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, അല്ലെ? അള്ളാഹുവിനെ ഓർക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ രൂപം, ഏറ്റവും ഉയർന്ന രൂപം അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, എന്നിട്ട് മാസിയത്തുകൾ ചെയ്യുന്നു, ഹറാമോ ഹലാൽ നോക്കാതെ ജീവിക്കുന്നു. വേറൊരാൾ അള്ളാഹു ഹറാമാക്കിയത് എന്താണ്, ഹലാലാക്കിയത് എന്താണെന്ന് പഠിക്കുന്നു. ഇതിലേതാണ് അഫ്ദലായിട്ടുള്ളത്? അത് ഇൽമിന്റെ മജ്ലിസാണ്. عن سفيان بن عيينة رحمه الله إن منزلة الذي يطلب العلم ينتفع به. ഒരു വ്യക്തി ഇൽമു പഠിക്കുന്നു, എന്നിട്ട് ആ ഇൽമു കൊണ്ട് അവന് ഉപകാരം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ഒരാൾ, അത് പ്രത്യേകം അദ്ദേഹം പറഞ്ഞു, യന്തഫിഉ ബിഹി, ഇൽമു കൊണ്ട് ഉപകാരമെടുക്കുന്ന വ്യക്തി. വെറുതെ പഠിച്ച് അല്ലെങ്കിൽ ഹിഫ്ലാക്കി അമൽ ചെയ്യാതെ നടക്കുന്ന ആളല്ല. ഇൽമു കേട്ട് പഠിച്ച് അതുകൊണ്ട് ഉപകാരം എടുക്കുന്ന വ്യക്തി, അവന്റെ ഉപമ, അവന്റെ സ്ഥാനം എന്താണ്? ബിമൻസിലത്തിൽ അബ്ദ് യത്ലുബു കുല്ല ഷൈഇൻ യുർളി സയ്യിദഹു, തന്റെ യജമാനന് തൃപ്തിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു അടിമയെ പോലെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾക്കൊരു അടിമയുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിലൊരു വേലക്കാരനുണ്ടെന്ന് വിചാരിക്കാം. അവനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര്, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, അവർ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട്, നമ്മുടെ കുടുംബക്കാരോടൊക്കെ ചോദിച്ചിട്ട് എന്താണ് വാപ്പാക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് എന്റെ ഭർത്താവിന് ഇഷ്ടം എന്ന് അന്വേഷിച്ച് നടക്കുക. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പറയുന്നത് കാത്തു നിൽക്കാതെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അന്വേഷിച്ച് നടക്കുക എന്ന് വിചാരിക്കുക, നമ്മുടെ കീഴിലുള്ള ഒരാൾ. അത് നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാക്കും. അപ്പൊ ഒരു ത്വാലിബുൽ ഇൽമ് ഇങ്ങനെയുള്ള ആളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. മറ്റുള്ള സാധാരണക്കാരെന്ത് ചെയ്യും? ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഖുത്ബയില് അങ്ങനെ കേട്ടു, അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ, സക്കാത്ത് എന്ന പരിപാടി ഉണ്ടല്ലേ എന്നുള്ളത് ഇവൻ കേൾക്കും. അപ്പൊ ഞാൻ 15 കൊല്ലം സക്കാത്ത് കൊടുത്തിട്ടില്ല, എന്നിട്ട് ഖത്തീബിനോട് പോയി ചോദിക്കും. അത് ഒരു മോശമായ അവസ്ഥയാണ്. നേരെ മറിച്ച് സക്കാത്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. സദക്കയുടെ അഹ്കാമുകൾ ആർക്കാണ് കൊടുക്കാൻ കൂടുതൽ അവകാശപ്പെട്ടത്, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം അന്വേഷിച്ച് നടക്കുന്നവനാണ് ത്വാലിബുൽ ഇൽം. യത്ലുബു തഹബ്ബുബ ഇലൈഹി വത്തഖർറുബ ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. വൽ മൻസിലത ഇൻദഹു, അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് സ്ഥാനം കിട്ടാനുള്ള മാർഗം എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ലിഅല്ലാ യജിദ ഇൻദഹു ഷൈഅൻ യക്റഹുഹു, എന്തിനു വേണ്ടിയാണ്? തന്റെ അടുത്ത് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യം ഉള്ളതായി അള്ളാഹു കാണരുത്. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അള്ളാഹുവിന് വെറുപ്പുള്ളതുണ്ടായിരിക്കും. അങ്ങനെ ഒന്നും നമ്മുടെ അടുത്ത് ബാക്കി ഉണ്ടാകരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന് തീരുമാനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അടിമയെ പോലെയാണ് ഒരു ത്വാലിബുൽ ഇൽം. അനിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, ഇമാം ഹസൻ അൽ ബസ്രി പറഞ്ഞു, ഖാല കുന്നാ നത്ലുബുൽ ഇൽമ ലിദ്ദുനിയ, ദുനിയാവിന് വേണ്ടിയായിരുന്നു നമ്മൾ ഇൽമ പഠിച്ചിരുന്നത്. ഫജറനാ ഇലൽ ആഖിറ, പക്ഷെ ഇൽമ് നമ്മെ ആഖിറത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഈ അസറിന്റെ അർത്ഥം എന്താണ്? ഇത് സലഫു സാലിഹ്യങ്ങൾ അവരുടെ വിനയം കൊണ്ട് പറയുന്നതാണ്. അതായത് ഞങ്ങൾ ദീൻ പഠിക്കാൻ തുടങ്ങിയത് ദുനിയാവിന് വേണ്ടിയാണ്. പിന്നെ എന്ത് ചെയ്തു? ഇൽമ കുറച്ച് പഠിച്ചപ്പോൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലായി, ആഖിറത്തിനെ കുറിച്ച് മനസ്സിലായി. അപ്പോ ഇൽമ എന്ത് ചെയ്തു? ഞങ്ങളെ നിയത്ത് ശരിയാക്കി തന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഇങ്ങനെ പറയും, എന്ത് നിയത്തിനാണെങ്കിലും കുഴപ്പമില്ല, ഇൽമ പഠിച്ചാൽ മതി. അത് ശരിയല്ല. നേരെ മറിച്ച് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇൽമ പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ചെറിയ കലർപ്പുകളുണ്ടാകും നിയത്തിന്റെ കാര്യത്തിൽ. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, പിന്നെ ആഖിറത്തിലുള്ള അജ്റിന്റെ കൂടെ ചെറിയ എന്തെങ്കിലും ഉദ്ദേശം കൂടി മനസ്സിലുണ്ടാകും. അത് പിന്നീട് ഇൽമ ശരിയാക്കി തരും എന്ന് മാത്രം. അതല്ലാതെ ഒരാള് പൂർണ്ണമായും ദുനിയാവിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു ലക്ഷ്യത്തിന് വേണ്ടി ഇൽമ പഠിക്കാൻ ഇത് തെളിവല്ല.
ഖാല അസ്തൗരി റഹിമഹുല്ലാ, സുഫിയാൻ അസ്തൗരി റഹിമഹുല്ലാ പറഞ്ഞു, ലമ്മ അറത്തു അൻ അത്ലുബൽ ഇൽം, ഞാൻ ഇൽമ് പഠിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ദുആ ചെയ്തു, യാ റബ്ബി ഇന്നഹു ലാ ബുദ്ദ ലി മിൻ മഈശ വറഅയ്തു അൽ ഇൽമ യദ്റുസ്. ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, റബ്ബേ എനിക്കൊരു മഈശത്ത് വേണം, എന്തെങ്കിലും ജോലി വേണമല്ലോ ജീവിക്കാൻ. വറഅയ്തു അൽ ഇൽമ യദ്റുസ്, ഇൽമാണെങ്കിൽ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് ഇൽമ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഉലമാക്കളൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ഫഖുൽതു, അങ്ങനെ ഞാൻ തന്നെ പിന്നെ മനസ്സിൽ വിചാരിച്ചു, ഉഫർരിഗു നഫ്സി ലിതലബിഹി, എന്തായാലും വേണ്ടില്ല, ഞാൻ ഇൽമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ്, മഈശത്തിന്റെ കാര്യം ഞാൻ ഒഴിവാക്കി, മറന്നു. ഖാല വസഅൽതു റബ്ബിൽ കിഫായ, എന്നിട്ട് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു എന്റെ ജീവിതമാർഗം എനിക്ക് ശരിയാക്കി തരാൻ വേണ്ടി. വത്തശാഗുല ലിതലബിൽ ഇൽം, ഇൽമിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കാനുള്ള സഹായം ചെയ്യാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഫമാ റഅയ്തു ഇല്ലാ മാ ഉഹിബ്ബു ഇലാ യൗമി ഹാദാ, ഇന്ന് വരെ എനിക്ക് ഈ കാര്യത്തിൽ, മഈശത്തിന്റെ കാര്യത്തിൽ സന്തോഷകരമായ അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഈശത്ത് എളുപ്പമാക്കി കൊടുത്തു എന്നർത്ഥം. അദ്ദേഹം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മഈശത്ത്? അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. അതിനർത്ഥം അദ്ദേഹം ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്നല്ല. അദ്ദേഹം ഒരുപക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഒരു ജോലി ആയിരിക്കണം ചെയ്തത്. ഇൽമിന് പൂർണ്ണമായും ഒഴിഞ്ഞിരുന്ന് അല്പസമയം മാത്രം ഒരു ജോലി ചെയ്തിരിക്കാം. അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, സുഫിയാൻ സൗരി പറഞ്ഞതായി, ലൗലാ ഹിർഫത്തി ലതമന്ദലൂനി, എനിക്ക് ജോലിയില്ലായിരുന്നെങ്കിൽ, വരുമാനമില്ലായിരുന്നെങ്കിൽ ആളുകൾ എന്നെ ഒരു മുഖം തുടക്കുന്ന തുണിയാക്കി മാറ്റുമായിരുന്നു, ഭരണാധികാരികളും മറ്റുള്ള ആളുകളും അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. عن يحيى بن أبي كثير رحمه الله قال لا يستطاع العلم براحة الجسد, ശരീരത്തിന് ആശ്വാസം നൽകിക്കൊണ്ട്, റാഹത്ത് കൊടുത്തുകൊണ്ട് ഇൽമ നേടാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്, നമ്മുടെ എല്ലാ ആസ്വാദനങ്ങളും കഴിഞ്ഞിട്ട് ഇൽമ കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. യാത്ര ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, ഉറക്കമെടുക്കേണ്ടി വരും. ഇങ്ങനെ ശരീരത്തെ തളർത്തിക്കൊണ്ടല്ലാതെ, ക്ഷീണിപ്പിച്ചുകൊണ്ടല്ലാതെ ഇൽമ ലഭിക്കുകയില്ല എന്നാണ് യഹ്യ ഇബ്നു അബി കസീർ റഹിമഹുല്ലാ പറയുന്നത്. അൻ ശുഅബ റഹിമഹുല്ലാ, ഇമാം ശുഅബ ഇബ്നുൽ ഹജ്ജാജ് അറിയപ്പെട്ട മുഹദ്ദിസാണ്. അദ്ദേഹം പറഞ്ഞു, മൻ അലഹ ഫീ തലബിൽ ഹദീസ് ഔറസഹുൽ ഫഖർ, ആരാണോ ഹദീസ് പഠിക്കാൻ മെനക്കെടുന്നത്, ഔറസഹുൽ ഫഖർ, അവൻ ദരിദ്രനാകും. കാരണം ഹദീസ് അന്വേഷിച്ച്, ഇൽമു അന്വേഷിച്ച് യാത്ര ചെയ്യുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ അവന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ കുറവുകൾ വരും, അവൻ ദരിദ്രനാകും. വഖാല മാലിക്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ഹാദൽ അംറ, തീർച്ചയായും ഈ കാര്യം അഥവാ ഇൽമ്, ശർഈയായ ഇൽമ്, ലൻ യുനാല ഹത്താ യുദാഖ ഫീഹി തഅമുൽ ഫഖർ, ദാരിദ്ര്യം രുചിക്കുന്നത് വരെ ഇത് കിട്ടുകയില്ല, നാഫിയായ ഇൽമ് കിട്ടുകയില്ല. ഇത് പറയുന്നത് ഇമാം മാലിക്കാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വലിയ സമ്പന്നനായിരുന്നു. അതിനർത്ഥം എന്താണ്? അദ്ദേഹവും ചെറുപ്പകാലത്ത്, പഠിക്കുന്ന കാലത്ത് കഷ്ടപ്പാട് അനുഭവിച്ചിരിക്കും. പിന്നീട് അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് സമ്പന്നനായിരുന്നു. വദക്കറ മാ നസല ബിറബീഅ മിനൽ ഫഖർ ഫീ തലബിൽ ഇൽം, ഇമാം റബീഅ റഹിമഹുല്ലാഹ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള, ഇമാം മാലിക്കിന്റെ ഉസ്താദാണ്, അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. ഹത്താ ബാഅ ഖശബ സഖ്ഫി ബൈതിഹി ഫീ തലബിൽ ഇൽം, എത്രത്തോളം എന്ന് വെച്ചാൽ ചെലവിന് കയ്യിൽ പണമില്ല. അപ്പൊ അദ്ദേഹം വീട്ടിൽ ഓരോ വസ്തുക്കൾ എടുത്തു വെക്കും. അവസാനം വീടിന്റെ മേൽക്കൂരയിലെ മരം അദ്ദേഹം ഊരി വിൽക്കാൻ തുടങ്ങി, ഇമാം റബീഅ റഹിമഹുല്ലാഹ്. വഖാല സഹ്നൂൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം മാലിക്കിയ ഒരു ഇമാമാണ്. അദ്ദേഹം പറയുന്നു, ലാ യസ്ലുഹുൽ ഇൽമു ലിമൻ യഅകുലു ഹത്താ യശ്ബഅ, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഇൽമ് യോജിച്ചതല്ല. അപ്പൊ തലബുൽ ഇൽമിന് നല്ല ആഴത്തിൽ ദീൻ പഠിക്കണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പുറപ്പെടുന്ന ഒരു തലബുൽ ഇൽമ്, അവന് എനിക്ക് എപ്പോഴും വയറ് നിറഞ്ഞിരിക്കണം എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചാൽ അവന് തലബുൽ ഇൽമ് സാധിക്കുകയില്ല. അതിന് മാത്രം സമ്പത്തുണ്ടാക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നാലെ പോകും, അവന് പഠിക്കാൻ സാധിക്കുകയില്ല. വലാ ലിമൻ യഹ്തമ്മു ബിഗസ്ലി തൗബിഹി, വസ്ത്രം അലക്കണം, എപ്പോഴും അലക്കിയ നല്ല തെളിഞ്ഞ വസ്ത്രം ഇട്ട് നടക്കണം എന്ന് വിചാരിക്കുന്നവനും ഇൽമു പഠിക്കാൻ സാധിക്കുകയില്ല. അതൊക്കെ ആയത്തിൽ ദീൻ പഠിക്കുന്ന, ആത്മാർത്ഥമായ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് അവർ പറയുന്നതാണ്. വഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ലാ യത്ലുബു ഹാദൽ ഇൽമു ലാ യത്ലുബു ഹാദൽ ഇൽമ അഹദുൻ ബിൽ മാലി വഇസ്സിൻ നഫ്സി ഫയുഫ്ലിഹ്, പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഒരാൾ ഇൽമു പഠിക്കാൻ പോയാൽ, എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു നാട്ടിലേക്ക് പഠിക്കാൻ പോവാണ്, അപ്പൊ ഒരു വർഷം അവിടെ ജീവിക്കണം, അവിടെ സുഖിച്ച് ജീവിക്കാനുള്ള പണമൊക്കെ ആയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആരുടെ മുന്നിലും തലകുനിക്കയില്ല, ഞാൻ ഇജ്ജത്തോടെ നടക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരാൾ ഇൽമു പഠിക്കാൻ പോവുകയാണെങ്കിൽ ഫയുഫ്ലിഹ്, അവൻ വിജയിക്കുക സാധ്യമല്ല. വലാകിൻ മൻ തലബഹു ബിദില്ലത്തിൻ നഫ്സ്, ആരാണോ താഴ്മയോടെ പഠിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇൽമു പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുത്ത് നിന്ന്, ഒരു ഷെയ്ഖിന്റെ അടുത്ത് നമുക്ക് ചീത്തൊക്കെ കേൾക്കും. അപ്പോ എന്നാ വേണ്ട, അങ്ങനെ ചീത്ത കേട്ടാൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകും എന്നൊക്കെ തീരുമാനിച്ചാൽ നടക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും വിജയിക്കുകയില്ല. നേരെ മറിച്ച് ആരാണോ ദില്ലത്തോടുകൂടി, ഒരുപക്ഷെ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഖിദ്മത്ത് ചെയ്ത്, അല്ലെങ്കിൽ അവർ പറയുന്ന ആക്ഷേപമൊക്കെ കേട്ട് സഹിച്ച് അങ്ങനെ ഒരാൾ പഠിക്കാൻ പോകുന്നത്,
അതുപോലെ വളിയഖിൽ ഐഷ്, ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് പഠിക്കുന്നത് അഫ്ലഹ, അവൻ വിജയിക്കും. ഇത് സലഫുകളുടെ അനുഭവമാണ്, ഇത് ആയത്തോ ഹദീസൊന്നുമല്ല, പക്ഷെ അവരുടെ അനുഭവത്തിലൂടെ തെളിഞ്ഞ കാര്യമാണ്. സാധാരണഗതിയിൽ ഇതിനർത്ഥം പഠിക്കുന്ന ഒരാൾ കയ്യിൽ പണം ഉണ്ടാകാൻ പാടില്ല, ദരിദ്രനായിക്കൊള്ളണം എന്നൊന്നുമല്ല, അങ്ങനെ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷെ സലഫുകളുടെ അനുഭവമാണിത്. ഒരാൾ പണവുമായി പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇസ്സത്തോടുകൂടി ഞാൻ ആരുടെ മുന്നിൽ തലകുനിക്കുകയില്ല എന്ന് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇൽമ് നേടുകയില്ല. കാരണം അതിന് തടസ്സമായ ചില സാഹചര്യങ്ങൾ ചില സ്ഥലത്തുണ്ടാകും. അപ്പൊ അവൻ ആ സ്ഥലം ഉപേക്ഷിച്ചു പോകും, അപ്പൊ അവന്റെ ഇൽമ് നഷ്ടപ്പെടും. നേരെ മറിച്ച് എന്ത് ചീത്ത കേട്ടാലും അവിടെ നിൽക്കും, പഠിക്കും എന്ന് വിചാരിച്ച്, അതുപോലെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പഠിക്കും എന്ന് വിചാരിച്ചവരാണ് ഇൽമിന്റെ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഇത് സഹാബത്തിന്റെ കാലം മുതൽ പതിവുള്ളതാണ്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിയാണ് ഇത് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ 1000-ലധികം വർഷങ്ങൾ കഴിഞ്ഞുപോയി, ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇൽമ് പഠിക്കാൻ കഷ്ടപ്പെടൽ നിർബന്ധമാണ്. عن شعبة رحمه الله سمعت شعبة يقول إن الذين يطلبون الحديث على الدواب لا يفلحون. ഇതിന്റെ ഒരു വാക്യാണ് ഇമാം ശുഅബത്ത് ഇബ്നു ഹജ്ജാജ് പറയാൻ, വാഹനപ്പുറത്ത് ഇൽമു പഠിക്കാൻ പോകുന്നവർ വിജയിക്കുകയില്ല, നടന്നു പോകുന്നവരെ വിജയിക്കുകയുള്ളൂ. മുഹദ്ദിസീങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണാം, ചില മുഹദ്ദിസീങ്ങൾ നടന്ന് ഇത്ര ദൂരം പോയി എന്നൊക്കെ പറയുന്നത് കാണാം, ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ കാണാം, അതുപോലെയുള്ള പലരുടെയും. അപ്പൊ അന്നത്തെ കാലത്തും പണക്കാരുണ്ടായിരുന്നു. അപ്പൊ പണക്കാരുടെ അടുത്ത് കുതിരയും ഒട്ടകമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ ഇൽമിന് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ വിജയിക്കയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ആശയം നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇത് വഹിയല്ല, പക്ഷെ അവരുടെ അനുഭവമാണ്. അങ്ങനെ പോകുന്ന ഒരാൾ, വാഹനപ്പുറത്ത് പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവൻ സുഖിയനാണ്, കുറച്ച് സുഖിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ വാഹനപ്പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അവനെന്ത് ചെയ്യും? അങ്ങോട്ട് പോകില്ല. അവന് നാളെ വാഹനം കിട്ടാത്തൊരവസ്ഥ വന്നു, അവന്റെ സാമ്പത്തികമായി കുറച്ച് അവസ്ഥ മോശമായി, അവനെന്ത് ചെയ്യും? പഠനം അവസാനിപ്പിക്കും. നേരെ മറിച്ച് നടന്നു പോയിരുന്ന ഒരാള് അവന്റെ കാലിലെടുത്തോളം കാലം അവന്റെ പഠനം തുടരും. അതാണ് ഇമാം ശുഅബ റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. عن عبد الرحمن بن حبيب بن أزدك رحمه الله قال سمعت نافع بن جبير يقول لعلي بن الحسين علي بن الحسين رحمه الله تابعيا അദ്ദേഹത്തോട് നാഫിഅ ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറയുന്നു, غفر الله لك لما أنت سيد الناس وأفضلهم تذهب إلى هذا العبد فتجلس معه يعني زيد بن أسلم. അലി ഇബ്നു ഹുസൈൻ വലിയ ആബിദാണ്, ആലിമുമാണ്. അദ്ദേഹം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ പറയാൻ, നാഫിഅ ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഗഫറല്ലാഹു ലക, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, ലിമ അൻത സയ്യിദുൻ നാസി വഅഫ്ളലുഹും, ജനങ്ങളുടെ സയ്യിദാണ്, നേതാവാണ് താങ്കൾ, അഫ്ളലുഹും എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അഫ്ളലായ മനുഷ്യനാണ്. തദ്ഹബു ഇലാ ഹാദൽ അബ്ദ് ഫതജ്ലിസു മഅഹ്, ഈ അടിമയുടെ അടുത്ത് പോയി ഇരിക്കുന്നത് എന്തിനാണ്? യാനി സെയ്ദ് ഇബ്നു അസ്ലം. സെയ്ദ് ഇബ്നു അസ്ലം എന്ന് പറയുന്നത് വലിയ മുഫസ്സിറാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത്, അദ്ദേഹം ഒരു മിസ്കീനാണ്, യഥാർത്ഥത്തിൽ അടിമയാണോ എന്നറിയില്ല, എന്തായാലും ഒന്നുകിൽ മിസ്കീനായിരിക്കും അല്ലെങ്കിൽ അടിമ തന്നെ ആയിരിക്കും. അപ്പൊ ഈ താഴേക്കിടയിലുള്ള സെയ്ദ് ഇബ്നു അസ്ലമിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഫഖാല, അലി ഇബ്നു ഹുസൈൻ പറഞ്ഞു, ഇന്നഹു യംബഗി ലിൽ ഇൽമി അൻ യുത്ബഅ ഹൈസു മാ കാൻ, ഇൽമിന്റെ ഹക്കാണ് എന്ത്, അതെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പൊ അതൊരിക്കലും ഈ പറയുന്ന വ്യക്തിയെ ആദരിച്ചിട്ടല്ല, മറിച്ച് ഇൽമിന്റെ ഹക്കാണത്. അത് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന വഹയാണ് ഇയാൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്കുള്ള ഹക്കാണ്, അവരെവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോവുക എന്നുള്ളത് എന്ന് അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. عن ابن شهاب الزهري رحمه الله قال جلست إلى ثعلبة بن أبي صغير فقال أراك تحب العلم. ഇമാം ഇബ്നു ശിഹാബ് الزهري رحمه الله അറിയപ്പെട്ട ഇമാം, അദ്ദേഹത്തിന്റെ ഷെയ്ഖായ തഅലബത്ത് ഇബ്നു അബി സഗീർ എന്ന ഷെയ്ഖിന്റെ അടുത്ത് പോയി. ഫഖാല, അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അറാക തുഹിബ്ബുൽ ഇൽം, നിനക്ക് ഇൽമിനോട് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു, ഇടക്കിടക്ക് എന്റെ അടുത്ത് വരുന്നുണ്ട്, അപ്പൊ ഇൽമിനോട് താല്പര്യമുള്ള ആളാണ് നീ എന്ന് തോന്നുന്നു. ഫഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ. ഖാല അലൈക ബിദാലിക ഷെയ്ഖ്, എന്നാൽ നീ ആ ഷെയ്ഖിനെ പിന്തുടരുക, അയാളെ നീ മുറുകെ പിടിക്കുക. യാനി സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് താബിഈൻ, അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നീ പിടിച്ചോ എന്ന് പറഞ്ഞു. ഫഖാല ഫലസിംതു സഈദ് ഇബ്നുൽ മുസയ്യിബ് 7 സിനീൻ. അങ്ങനെ ഈ ഒരു വാക്ക് കേട്ടപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി 7 വർഷം പിന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ കൂടെ ജീവിച്ചു. വതഹവ്വൽതു മിൻ ഇൻദിഹി ഇലാ ഉർവ, അത് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. ഫഫജ്ജർതു അൻ ബഹർ, അവിടെ ചെന്നപ്പോ ഞാനൊരു കടലിലെത്തിയതുപോലെയായിരുന്നു. അപ്പോ 7 വർഷം സഈദ് മുസയ്യിബിന്റെ അടുത്ത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് വേറൊരു ആലിമിന്റെ അടുത്ത് ചെന്നപ്പോൾ അയാളുടെ അടുത്ത് ഇതുവരെ കേൾക്കാത്ത ഇൽമുണ്ട്. അപ്പൊ ഇൽമ് എന്ന് പറയുന്നതിന് അവസാനമില്ല എന്നർത്ഥം. ഒരാൾ എത്ര പഠിച്ചാലും അവസാനിക്കാത്തതാണ്. ഒരു ആലിമിന്റെ അടുത്ത് ഇല്ലാത്ത ഇൽമ് മറ്റൊരു ആലിമിന്റെ അടുത്തുണ്ടാകും എന്നർത്ഥം. അൻ അബി ഹാത്തിം അർ-റാസി റഹിമഹുല്ലാഹ്, ഇമാം അൽ ഹാഫിൾ, അറിയപ്പെട്ട ഇമാമാണ്, ഹാഫിളാണ് അബൂ ഹാത്തിം അർ-റാസി.
അന്നഹു ബഖിയ ഫി റിഹ്ലതി സമാനൻ, അദ്ദേഹം ഒരുപാട് കാലം യാത്രയിലായിരുന്നു, ഇൽമിന് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു. ഖാല അവ്വല മാ റഹൽതു, ഞാൻ ആദ്യം ഇൽമു പഠിക്കാൻ തുടങ്ങിയപ്പോൾ അഖംതു 7 സിനീൻ, 7 വർഷം ഞാൻ തുടർച്ചയായി സഞ്ചരിച്ചു. വമശൈതു അലാ ഖദമി സിയാദതൻ അലാ 1000 ഫർസഖ്, 1000 ഫർസഖ്. ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? മൈലിന്റെ കൂടുതലാണല്ലേ, മൈൽ 1.5 കിലോമീറ്റർ അല്ലേ? ഫർസഖ് എന്ന് പറഞ്ഞാൽ എത്ര? 4 മൈലാ? എന്തായാലും 10 കിലോമീറ്റർ ഉണ്ടാവും, 10 കൂടുതലുണ്ടാവും. അപ്പോ എന്തായാലും 10,000 കിലോമീറ്റർ, അത്രയും ദൂരം ഞാൻ കാൽനടയായി യാത്ര ചെയ്തു. സുമ്മ തറക്തുൽ അദദ്, പിന്നെ ഞാൻ എണ്ണുന്നത് നിർത്തി. അത്രയും കാലം 1000 ഫർസഖ് ഞാൻ എണ്ണിയിരുന്നു, അത് കഴിഞ്ഞപ്പോ ഞാൻ എണ്ണം നിർത്തി. വഖറജ്തു മിനൽ ബഹ്റൈൻ ഇലാ മിസ്ർ മാഷിയൻ. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ബഹ്റൈൻ, ഇന്നത്തെ ബഹ്റൈൻ അല്ല, സൗദി അറേബ്യയിലുള്ള ഒരു സ്ഥലമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്, അൽ അഹ്സ, അതിനാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് റസൂലിന്റെ ഹദീസുകളിലൊക്കെ ബഹ്റൈൻ എന്ന് പറയുന്നത്, ബഹ്റൈനിലെ ജിസിയ വന്നു, ബഹ്റൈനിന് ആൾ വന്നു എന്നൊക്കെ പറയുന്നത് അൽ അഹ്സയാണ്. അവിടെ നിന്ന് മിസ്റിലേക്ക് നടന്നുപോയി. സുമ്മ ഇല റംലത്തി മാഷിയൻ, പിന്നെ റംല എന്ന് പറയുന്ന നാട്ടിലേക്ക് നടന്നുപോയി. സുമ്മ ഇല തൊർസൂസ്, പിന്നെ തൊർസൂസിലേക്ക് പോയി. ഈ രാജ്യങ്ങളൊക്കെ ചുറ്റുന്നത് വലിയ 20 സന, എനിക്ക് 20 വയസ്സായിരുന്നു അന്ന്. 20 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള യാത്രയാണ്. كان البخاري رحمه الله يستيقظ في الليلة الواحدة من نومه. ഇമാം ബുഖാരി, അദ്ദേഹം നമുക്കറിയാം, അറിയപ്പെട്ട ഹാഫിളാണ്, സഹീഹ് ബുഖാരി എഴുതിയിട്ടുള്ള ഇമാം. അദ്ദേഹം ഒരു രാത്രിയിൽ പല തവണ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കും. ഫയൂഖിദു സിറാജ്, എന്നിട്ട് ഉറക്കമുണർന്ന് വിളക്ക് കത്തിക്കും. വയക്തുബുൽ ഫായിദത തമുറു ബിഖാതിരി, അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഫായിദ, ഇൽമിയായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം എഴുതി വെക്കും. സുമ്മ യത്ഫിഉ സിറാജഹു, പിന്നെ വിളക്കൂതും. സുമ്മ യഖൂമു മറത്തൻ ഉഖറ വഉഖറ, പിന്നെയും എഴുന്നേൽക്കും. ഹത്താ കാന യതഅദ്ദദു മിൻഹു ദാലിക ഖരീബൻ മിൻ 20 മറ, ചിലപ്പോൾ 20 പ്രാവശ്യമൊക്കെ അദ്ദേഹം ഒരേ രാത്രിയിൽ ഇങ്ങനെ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ വളരെ കാര്യമായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണരും, ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ അവരുടെ മനസ്സിൽ മുഴുവൻ ഇൽമായിരുന്നു, ഹദീസിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ ഒരു ഹദീസ് അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ എഴുന്നേറ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വെക്കും. അങ്ങനെ 20 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ഉറക്കം ഉണരാറുണ്ട്. قال الحافظ أحمد بن منصور الشيرازي رحمه الله: سمعت محمد بن أحمد الصحاف سمعت أبا العباس البكري يقول: جمعت الرحلة بمصر بين ابن جرير وابن أبي خزيمة ومحمد بن نصر والروياني فأرملوا ولم يبق عندهم ما يقوتهم. جمعت الرحلة بمصر. علمني വേണ്ടി ഉള്ള യാത്രക്കിടയിൽ മിസ്റിൽ കുറെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി. ഇബ്നു ജരീർ, ഇബ്നു അബി ഖുസൈമ, മുഹമ്മദ് ബിൻ നസർ, റുവയ്യാനി, ഇവരൊക്കെ അറിയപ്പെട്ട ഇമാമിങ്ങളാണ്. ഇവരൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. ഫഅർമലു, അർമല എന്ന് പറഞ്ഞാൽ ശരിക്കും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കാണ് അർമിലത്ത് എന്ന് പറയാം. എന്താണ്, അങ്ങേയറ്റത്തെ ദാരിദ്ര്യം കഷ്ടപ്പാടായിരിക്കും ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ. അപ്പൊ ഇവരൊക്കെ എന്താണ്, ദരിദ്രന്മാരായി. അവിടെ വെച്ച് അവർ കയ്യിലുള്ളതൊക്കെ തീർന്നു ഈ യാത്രക്കിടയിൽ. വലം യബ്ക ഇൻദഹും മാ യഖൂതുഹും, അവർക്ക് കഴിക്കാനൊന്നുമില്ല. വജാഉ, പട്ടിണിയായി. ഫജ്തമഉ ഫീ ബൈത്തിൻ, അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി. വഖ്തറഉ അലാ അന്ന മൻ ഖറജത് അലൈഹിൽ ഖുർആ യസ്അൽ. സുബ്ഹാനല്ലാഹ്, അവർ നറുക്കിട്ടു. ഇപ്പൊ വലിയ വലിയ ഇമാമികളാണ്. അവർ നറുക്കിട്ടിട്ട് ആരുടെ നറുക്കാണ് കിട്ടുന്നത് അവന് പോയിട്ട് യാചിക്കുക എന്ന് തീരുമാനിച്ചു. അത്രമാത്രം അവസ്ഥയായി. ഫഖറജത് അലാ ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമക്കാണ് കിട്ടിയത്. ഫഖാല, അദ്ദേഹം പറഞ്ഞു: അംഹിലൂനി ഹത്താ ഉസല്ലി, ഞാൻ നമസ്കരിക്കട്ടെ എന്നിട്ട് പോകാം. എന്നാൽ അത്രയും വിഷമമുള്ള കാര്യമാണ്, ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇടയ്ക്ക് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. വഖാമ, നമസ്കരിക്കാൻ നിന്നു. ഖാല ഫൈദാഹും ബിശംഅത്തിൻ വഖസിയ്യിൻ മിൻ ഖിബലി അമീരി മിസ്ർ. അപ്പോ അവർക്കൊരു പൊതി വന്നിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഒരു പാർസലുമായി വന്നിട്ടുണ്ട്, മിസ്റിലെ അമീർ. ഫഫതഹു, അവരെ തുറന്നു നോക്കി. ഫഖാല അയ്യുക്കും മുഹമ്മദ് ബിൻ നസർ. അവർ വാതിൽ തുറന്നു കൊടുത്തു. അപ്പോ ഈ ഇതുമായി വന്നിട്ടുള്ള ആള് പറഞ്ഞു: അയ്യുക്കും മുഹമ്മദ് ബിൻ നസർ, ആരാണ് മുഹമ്മദ് ബിൻ നസർ? മുഹമ്മദ് ബിൻ നസർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മുഹദ്ദിസാണ്, മുഹമ്മദ് ബിൻ നസർ അൽ മർവസി റഹിമഹുല്ലാഹ്. അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. ഫഖീല ഹാദ, ഇതാണെന്ന് പറഞ്ഞു. ഫഅഖ്റജ സുറത്തൻ ഫീഹ 50 ദീനാറൻ, 50 ദീനാറുള്ള ഒരു കിഴി അദ്ദേഹം എടുത്തു കൊടുത്തു. ഫദഫഅഹ ഇലൈഹി. ثم قال അയ്യുക്കും ഇബ്നു ജരീർ, ആരാണ് ഇബ്നു ജരീർ? ഇബ്നു ജരീർ തബരി മുഫസ്സിർ, അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. ഫഅഅതാഹു മിസ്ലഹ, അതുപോലെ ഒരു കിഴി കൊടുത്തു. ثم كذلك ابن خزيمة وابن الروياني, 4 പേർക്കും കൊടുത്തു.
ثم حدثهم قال എന്നിട്ട് ഈ വന്ന ദൂതൻ രാജാവിന്റെ അടുത്ത് വന്നയാള് പറഞ്ഞു ഇന്നൽ അമീർ കാന ഖായിലൻ ബിൽ അംസ് ഇന്നലെ അമീർ ഉറങ്ങുകയായിരുന്നു ഫറഅ ഫിന്നൗം സ്വപ്നത്തിൽ കണ്ടു അന്നൽ മഹാമിദ ജിയാഉൻ ഇവരുടെ എല്ലാവരും പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് ബിൻ ജരീർ മുഹമ്മദ് ബിൻ നസർ മുഹമ്മദ് ബിൻ റുവയ്യാനി എല്ലാവരും മുഹമ്മദാണ് അപ്പൊ 4 മുഹമ്മദ്മാര് പട്ടിണി കിടക്കുന്നുണ്ട് ഖദ് തവൂ അവരിങ്ങനെ വിശന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് ഫഅൻഫദ ഇലൈക്കും ഹാദിഹി സുറർ അങ്ങനെ ഈ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ 4 കിഴികൾ കൊടുത്തയച്ചത്. അപ്പൊ ഇവർ മിസ്റിലുണ്ട് എന്നുള്ളത് അവിടെ അറിയപ്പെട്ടിരിക്കും. ഇവർ 4 പേരും പട്ടിണിയാണ് എന്ന വിവരം സ്വപ്നത്തിൽ അറിഞ്ഞിട്ടുണ്ട്. വഅഖ്സമ അലൈക്കും അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കണം. വഅഖ്സമ അലൈക്കും ഇദാ നഫദത് ഫഅരിഫൂനി ഇത് കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് അമീർ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. قال هلال بن خباب رحمه الله قلت لسعيد بن جبير സഈദ് ബിൻ ജുബൈറിനോട് ഞാൻ പറഞ്ഞു മാ അലാമത്തു ഹലാക്കിൻ നാസ് ഇതിങ്ങനെ വായിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി വായിക്കുന്നതാണ് സമയം അങ്ങനെ നീണ്ടുപോകും. ഖുൽതു ലിസഈദ് ബിൻ ജുബൈർ സഈദ് ബിൻ ജുബൈറിനോട് ചോദിച്ചു മാ അലാമത്തു ഹലാക്കിൻ നാസ് ജനങ്ങൾ നശിച്ചതിന്റെ അടയാളം എന്താണ്? ആളുകൾക്ക് നശിച്ചു എന്ന് എപ്പോഴാണ് പറയാ? ഇപ്പൊ നമ്മള് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലും ഇപ്പൊ രോഗമുണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഈ ലോകത്തിന്റെ കഥ കഴിഞ്ഞു അല്ലെങ്കിൽ നാട് നശിച്ചു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിലുള്ള നാശം എപ്പോഴാണ്? അദ്ദേഹം പറഞ്ഞു ഇദാ ദഹബ ഉലമാഉഹും ഉലമാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടില് ഉലമാക്കളില്ല എന്ന് വന്നാൽ അതാണ് നാശം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉലമാക്കളില്ല എന്ന് പറഞ്ഞാൽ അത് നാശമാണ്. അപ്പൊ ഇതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പരിഹാരം എന്താണ്? നമ്മളെ മക്കളെ നമ്മൾ ഇൽമ പഠിപ്പിക്കണം. അതിനുവേണ്ടി അവരെ ഒഴിഞ്ഞു വെക്കണം. അള്ളാഹുവിന്റെ ഫضല് ഒരിക്കലും തീരാത്തതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉലമാക്കളില്ല അതിനർത്ഥം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ നാട്ടിലായിരിക്കും അടുത്ത ഇസ്ലാമിന്റെ വളർച്ച അള്ളാഹു തീരുമാനിക്കുക. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകാതിരിക്കുകയില്ല. അത് ദുനിയാവിലും കൊടുക്കും ആഖിറത്തിലും കൊടുക്കും. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ നിന്റെ റബ്ബിന്റെ ദാനം അതൊരിക്കലും ഒരാൾക്കും തടയാൻ കഴിയുന്നതല്ല. അള്ളാഹു ഇവിടെ ഒരു ആലിമിനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിരിക്കും. അത് സിദ്ഖോടെ നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റിട്ടുള്ള കാര്യമാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഒരു കക്ഷി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അപ്പൊ അതിൽപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് വേണ്ടത്. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അതില്ലെങ്കിൽ നാട് നശിച്ചതുപോലെയാണ്. ഖാല ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് കാനു യഖൂലൂൻ മൗത്തുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാം ഒരു ആലിം മരിക്കുക എന്നുള്ളത് ഹസൻ ബസ്രിയാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഒരുപാട് ഉലമാക്കളുണ്ട്. ഈ ഒരുപാട് ഉലമാക്കൾ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് സുൽമത്തുൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിനെ ബാധിക്കുന്ന ഒരു വിടവാണ്. സുൽമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു വസ്തു അതിലൊരു വലിയൊരു ഒരു ഭാഗം പൊളിഞ്ഞു പോകുന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു ഭാഗം തകർന്നതുപോലെയാണ് ഒരു ആലിമ മരിക്കുക എന്ന് പറഞ്ഞാൽ. ലാ യസുദ്ദുഹാ ശൈഉൻ അതൊരിക്കലും ആ വിടവ് കൂട്ടാൻ സാധിക്കുകയില്ല. മഖ്തലഫൽ ലൈലു വന്നഹാർ രാവും പകലും ഉള്ളിടത്തോളം കാലം എന്നാൽ എത്ര കാലമായാലും ഒരു ആലിമ മരിച്ചാൽ അതിന് പിന്നെ പകരം വെക്കാൻ സാധിക്കുകയില്ല. ഖാല അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ലൗലൽ ഉലമാ ഉലമാക്കളില്ലെങ്കിൽ ലസാറ അന്നാസു മിസ്ലൽ ബഹായിം ജനങ്ങൾ കന്നുകാലികളെ പോലെയാകും. അത് നമ്മൾ കാണുന്നതാണ്. കന്നുകാലികളെ പോലെയാണ് ആളുകളുടെ അവസ്ഥ. തോന്നിയത് ചെയ്യും, തോന്നിയത് പറയും. പക്ഷെ ഉലമാക്കളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കും. ഇന്നത് പറയാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്നവർ പറയും. ഇത് എന്താണ് നമ്മെ മനസ്സിലാക്കി തരുന്നത്? ഉലമാക്കളുമായി ബന്ധപ്പെടുക. അവര് നമ്മുടെ അടുത്തല്ലെങ്കിലും ദൂരെയാണെങ്കിലും അവരുടെ വെളിച്ചം അവർ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ അവർ പറഞ്ഞു തരുന്ന ദീൻ അത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. ഖാല ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഇന്ന ഹാദിഹിൽ ഫിത്നത ഇദാ അഖ്ബലത് ഹസൻ അൽ ബസ്രി പറയാൻ ഫിത്ന ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പം സമുദായത്തിൽ ഉണ്ടായാൽ ഇദാ അഖ്ബലത് അത് കടന്നു വരുമ്പോൾ അറഫഹ കുല്ലു ആലിം ഉലമാക്കൾക്ക് മനസ്സിലാവും ഇത് സംഗതി ഫിത്നയാണ്, ഇത് അപകടമാണ് എന്നവർക്ക് മനസ്സിലാവും. വഇദാ അദ്ബറത് ആ ഫിത്ന തിരിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ ഫിത്ന വന്ന് അതേ ആളുകളൊക്കെ പങ്കെടുത്ത് എല്ലാവരും പഴച്ച് എന്നിട്ട് അത് തിരിഞ്ഞു പോകുമ്പോൾ അറഫഹ കുല്ലു ജാഹിൽ ജാഹിലിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് ഫിത്നയായിരുന്നു, നമ്മൾ ചെയ്തത് മോശമായിരുന്നു എന്ന് മനസ്സിലാകും. അപ്പൊ ഉലമാക്കളുടെ ആവശ്യകത കാണിക്കുന്ന ഒരു അസറാണിത്. ആ ഫിത്ന മടങ്ങിപ്പോകുമ്പോൾ അത് അറിഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ ദുഃഖം വർദ്ധിക്കുമെന്ന് മാത്രം. നമുക്ക് തൗബ ചെയ്യാം അത്രമാത്രം. പക്ഷെ ഒരു ആലിമുണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലായി നമ്മുടെ ആയുസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ചിലപ്പോ നമുക്ക് അനുഭവം ഉണ്ടാവും. 10-15 വർഷം നമ്മൾ ഒരു പണി ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാകുക നമ്മൾ ചെയ്യുന്നത് ബാത്തിലായിരുന്നു. ഈ ഒരു ആലിമുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഉലമാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ആയുസ് ലാഭിക്കാൻ വരും. വിലപിടിപ്പുള്ള ഈ ആയുസ്. അപ്പോ അതും ഉലമാക്കളുടെ മഹത്വം കാണിക്കുന്ന ഒരു അസറാണ്. ഖാല സുഹരി റഹിമഹുല്ലാഹ് കുന്നാ നഅതി ആലിമ ഒരു ആലിമിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ആരാ പറയുന്നത്? മുഹമ്മദ് ബിൻ ശിഹാബ് സുഹരി താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇമാം.
അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരു ആലിമിന്റെ അടുത്തേക്ക് പോകും. ഫമാ നതഅല്ലമു മിൻ അദബിഹി അഹബ്ബു ഇലൈനാ മിൻ ഇൽമിഹി. ആ ആലിമിന്റെ ഇൽമിനേക്കാൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്, ഞങ്ങൾക്കിഷ്ടം അദ്ദേഹത്തിന്റെ അദബായിരുന്നു. ഇത് സലഫുകളുടെ തൊലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട മര്യാദയാണ്. ഇപ്പൊ ചില ആൾക്കാർ പറയും, ഇന്നിപ്പോ നമ്മൾ ഉലമാക്കളുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? ഒരു സുഹൃത്ത് കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ചോദിച്ചു, അയാൾക്ക് പഠിക്കാൻ ഏതെങ്കിലും ഒരു ഉലമാക്കളുടെ അടുത്ത് പോയി ദീൻ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്. അപ്പൊ ഇയാൾക്ക് നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പണക്കാരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നല്ല പിടിപാടുള്ള ആളുകൾക്കുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരോട് ഒരാളോട് പറഞ്ഞാൽ പോലെ വിസക്ക് കിട്ടൂലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇവരോട് ആരോട് ഞാൻ പറഞ്ഞാലും അവർ പറയും, ദാവത്ത് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്നത്, ഇവരോട് ആരോട് പറഞ്ഞാലും അവർ നാട്ടിൽ നിന്ന് എങ്ങനെ ഇൽമു പഠിക്കാമെന്നുള്ള മാർഗ്ഗങ്ങൾ എനിക്ക് പറഞ്ഞുതരും. ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവിധാനം, ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇൽമ എന്ന് പറഞ്ഞാൽ കുറെ മഅലൂമാത്താണ്, ഇൻഫർമേഷൻ. അതല്ല ഇൽമ്. അത് ദുനിയാവിന്റെ ഇൽമ പോലും അങ്ങനെയല്ല. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവന്റെ ഉസ്താദന്മാരില്ലാതെ കിതാബ് വെച്ച് പഠിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. ഇൽമ് എന്ന് പറയുന്നത്, ദീനിയ ഇൽമ എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രയാസമാണ്. അത് കിതാബിൽ നിന്ന് പഠിക്കുന്ന കാര്യമല്ല. ഉലമാക്കൾ പറയുന്നതായി കാണാം, അൽ ഇൽമു മിൻ അഫ്വാഹിർ റിജാൽ ലാ മിൻ ബുത്തൂനിൽ കുതുബ്. ഇൽമു പഠിക്കേണ്ടത് പണ്ഡിതന്മാരുടെ വായിൽ നിന്നാണ്, കിതാബിന്റെ വയറ്റിൽ നിന്നല്ല. കാരണം ഈ ഇൽമ എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എന്ന് ഒരു ആലിമ് കാണിച്ചു തന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ചില അറബികൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഫാഖിദു ശൈഇ ലാ യുഅതിഹി. ഒരു കാര്യം കയ്യിലില്ലാത്തവന് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കൂല. ഇപ്പൊ തഖ്വയും അതുപോലെ തന്നെ ദീനിന്റെ അദബുകളുമൊക്കെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്നവരാണ് ഉലമാക്കൾ. അവരുടെ ശേഖിൽ നിന്ന്, അത് അടുത്ത ശേഖിൽ നിന്ന്, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ മുതൽ പോകുന്ന പരമ്പരയാണ്. അതിൽ നിന്നേ ഇൽമ് പഠിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പൂർണ്ണമായ അർത്ഥത്തിൽ. അപ്പോൾ ഇൽമ് എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്ന സലഫുകൾ ഒരു ആലിമിന്റെ അദബിന്. ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ 5000 ആളുകൾ വരാറുണ്ട് ഇമാം അഹ്മദിന്റെ സദസ്സിൽ. അതിൽ 500 പേരുടെ കയ്യിൽ കടലാസ് ഉണ്ടാവുകയുള്ളൂ. എഴുതാൻ വേണ്ടി വരുന്നത്, ത്വാലിബുൽ ഇൽമായിട്ട് വരുന്നത് 500 പേരാണ്. ബാക്കി 4500 ആൾക്കാർ വരുന്നത് എന്തിനാണ്? ഇമാം അഹ്മദിന്റെ അദബ് കണ്ട് പഠിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ട് മാതൃകയാക്കാൻ വേണ്ടി. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഖാല മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് ഖാല ഇബ്നു സീരീൻ കാനു യതഅല്ലമൂന അൽ ഹദിയ കമാ യതഅല്ലമൂന അൽ ഇൽം. ഹദി എന്ന് പറഞ്ഞാൽ അദബ് എന്നൊക്കെ അർത്ഥം. അവർ പണ്ഡിതന്മാരുടെ മുൻഗാമികൾ തങ്ങളുടെ പണ്ഡിതന്മാരുടെ അദബ് പഠിക്കുമായിരുന്നു. കമാ യതഅല്ലമൂന അൽ ഇൽം, ഇൽമു പഠിക്കുന്നത് പോലെ. ഖാല വബഅസ ഇബ്നു സീരീൻ റജുലൻ യൻദുറു കൈഫ ഹദിയുൽ ഖാസിമി വഹാലുഹു. ഈ പറഞ്ഞ ഇത് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് ഇബ്നു സീരീൻ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു സീരീന്റെ ജീവിതത്തിൽ ഒരു സംഭവം മാലിക് പറയുകയാണ്. ബഅസ ഇബ്നു സീരീൻ റജുലൻ, മുഹമ്മദ് ഇബ്നു സീരീൻ അദ്ദേഹം ഒരാളെ പറഞ്ഞയച്ചു. മുഹമ്മദ് ഇബ്നു സീരീൻ തന്നെ സഹാബിമാരുടെ ശിഷ്യനാണ്, താബിയാണ്. അദ്ദേഹം ഒരാളെ പറഞ്ഞയച്ചു, യൻദുറു കൈഫ ഹദിയുൽ ഖാസിമി വഹാലുഹു. ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി, വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് പഠിക്കാൻ വേണ്ടി. അത്രമാത്രം അവര് ഈ സ്വഭാവം അനുകരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിരുന്നു, പണ്ഡിതന്മാരുടെ സ്വഭാവങ്ങൾ അനുകരിക്കുന്നതിന്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് നേരിട്ട് ഒരു ആലിമിന്റെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉലമാക്കളുടെ അടുത്ത് പഠിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാം അവരുടെ വിശേഷങ്ങൾ, അത് നമുക്ക് മാതൃകയാക്കാം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞതായി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹിക്കായാതു അനിൽ ഉലമാ, ഉലമാക്കളെ കുറിച്ചുള്ള വിവരണങ്ങൾ അഹബ്ബു ഇലയ്യ മിൻ കസീരിൻ മിനൽ ഫിഖ്, കുറെ ഫിഖ് പഠിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരെങ്ങനെയാണ് ഈ ഫിഖ്ഹൊക്കെ അമൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഖാല അൽ അഅ്മശ് റഹിമഹുല്ലാഹ്, ഇമാം അഅ്മശ് താബിഈയാണ്, അദ്ദേഹം പറയുകയാണ്, കാനു യഅതൂന ഹമ്മാം ഇബ്നുൽ ഹാരിസ്, ഹമ്മാം ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹ് എന്ന ആലിമിന്റെ അടുത്തേക്ക് ആളുകൾ വരാറുണ്ട്. യതഅല്ലമൂന മിൻ ഹദീഹി വസംതിഹി, അദ്ദേഹത്തിന്റെ സ്വഭാവവും മര്യാദയും കണ്ടു പഠിക്കാൻ വേണ്ടി. ഇൽമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ഇൽമു പഠിക്കാനല്ല വരുന്നത്, അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആൾക്കാർ ഇങ്ങനെ പറയും, നിങ്ങളിപ്പോ സൗദി അറേബ്യയിൽ പോയിട്ട് എന്താണ് കാര്യം, അവിടെയുള്ള ഒരു ആലിമ് അവർ തിരക്കിലായിരിക്കും, നമുക്ക് ചിലപ്പോൾ അവരായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. പിന്നെ ചിലപ്പോൾ അവിടെ ക്ലാസ്സുകൾ ഇടക്കിടക്ക് മുടങ്ങും, ചിലപ്പോൾ ഒരു ദിവസം അരമണിക്കൂറേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കുറെ തടസ്സങ്ങൾ പറയാം ഉലമാക്കളുടെ അടുത്തുനിന്ന് ഫായദ എടുക്കുന്നതിന്. ആ നേരം നമ്മൾ കിതാബ് എടുത്ത് വായിച്ചാൽ ഇവിടുന്ന് അവിടെ പോയി വരാനുള്ള ആ ചെലവിന് നമ്മൾ പുസ്തകങ്ങൾ വാങ്ങിയാൽ നമുക്ക് അത്രയും വായിക്കാമല്ലോ. അല്ലെങ്കിൽ ആ പൈസ കൊണ്ടൊരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ നമുക്കതിൽ ക്ലാസ്സുകൾ കേൾക്കാമെന്നൊക്കെ പറയും. പക്ഷെ അതൊരിക്കലും ശരിയല്ല. കാരണം ഇൽമിനേക്കാൾ പ്രധാനം അവരുടെ അദബും അവരുടെ പെരുമാറ്റവും അവരുടെ അമലുകളുമാണ്. അത് കണ്ടുപഠിക്കാൻ വേണ്ടി സലഫുകൾ ശ്രമിക്കുമായിരുന്നു. ഇൽമിനേക്കാൾ അവരിൽ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ഖാല മുഹമ്മദ് ഇബ്നു ഈസ ഖദിമ ഇബ്നുൽ മുബാറകി ഖിദ്മതൻ, ഒരിക്കൽ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് ഒരു യാത്ര പുറപ്പെട്ടു.
ഫഖീല ലഹു ഇലാ ഐന തുരീദ്, അദ്ദേഹം താബിയാൻ, അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങോട്ടാണ് പോകുന്നത്. ഖാല ഇലൽ ബസ്റ, ഞാൻ ബസ്റയിലേക്കാണ് പോകുന്നത്. ഖീല ലഹു മൻ ബഖിയ, അദ്ദേഹത്തോട് ചോദിച്ചു അവിടെ ആരാണ് ബാക്കിയുള്ളത്? കാരണം ബസ്റയിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടായിരുന്നു. ഇറാഖില് ഫിത്നയുടെ കേന്ദ്രങ്ങളാണ് കൂഫയും ബസ്റയൊക്കെ. അവിടെയാണ് ഖദരിയാക്കൾ ഉണ്ടായത്. അതുപോലെയുള്ള ഫിത്നകൾ സഹാബത്തിന്റെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഇനിയിപ്പോ ആരാണ് ബാക്കിയുള്ളത്, അങ്ങോട്ട് എന്തിനാണ് പോകുന്നത് എന്നർത്ഥം. ഖാല ഇബ്നു ഔൻ, അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്ന് പറയുന്ന താബിഈ ഉണ്ട്. ആഖുദു മിൻ അഖ്ലാഖിഹി ആഖുദു മിൻ ആദാബിഹി, അദ്ദേഹത്തിന്റെ അദബ് എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിത്ന നിറഞ്ഞ നാട്ടിലേക്ക് അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്ന് പറയുന്ന നല്ല അദബുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു പഠിക്കാനാണ് എന്ന് പറഞ്ഞ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ പുറപ്പെടുകയുണ്ടായി. عن الحسين بن إسماعيل عن أبيه قال നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവമാണ്. كان يجتمع في مجلس أحمد زهاء 5000 أو يزيدون, ഇമാം അഹ്മദിന്റെ മജ്ലിസിൽ 5000-ഓളം ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാറുണ്ട്. നഹു 500 യക്തുബൂൻ, 500 പേര് മാത്രമാണ് എഴുതുന്നത്, കിതാബ് കൊണ്ടുവരുന്നത്. വൽ ബാഖൂന യതഅല്ലമൂന മിൻഹു, മറ്റുള്ളവർ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഹുസ്നൽ അദബി വസ്സംത്, അദ്ദേഹത്തിന്റെ അദബ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം അത് പഠിക്കുകയാണ്. وقال ابن بطة سمع النجاد يقول سمعت أبا بكر بن المتوعي رحمه الله يقول, ഇമാം അഹ്മദിന്റെ മറ്റൊരു ശിഷ്യൻ പറയുകയാണ്, اختلفت إلى أبي عبد الله 12 سنة, ഞാൻ 12 വർഷം ഇമാം അഹ്മദിന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നു, ഇമാം അഹ്മദിന്റെ ദർസുകൾ പങ്കെടുത്തു. وهو يقرأ المسند على أولاده, ആ 12 വർഷം അദ്ദേഹം ഇമാം അഹ്മദിന്റെ അറിയപ്പെട്ട കിതാബായ മുസ്നദ് ഹദീസ് കിതാബ് തന്റെ മക്കൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. ഫമാ കതബ്തു അൻഹു ഹദീസൻ വാഹിദൻ, അദ്ദേഹം പറയും ഈ 12 വർഷത്തിനിടയിൽ ഞാൻ ഒരു ഹദീസ് പോലും എഴുതിയിട്ടില്ല, ഒരു ഹർഫും ഇമാം അഹ്മദിന്റെ അടുത്ത് നിന്ന് എഴുതിയെടുത്തിട്ടില്ല. ഇന്നമാ കുൻതു അൻദുറു ഇലാ ഹദീഹി വ അഖ്ലാഖിഹി, ഇമാം അഹ്മദിന്റെ അഖ്ലാഖ്, ഇമാം അഹ്മദ് എങ്ങനെയാണ് പെരുമാറുന്നത്, സദസ്സിലുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ 12 വർഷം. قال عبد الرحمن بن أبي حاتم عن أبيه في اتفاق كثرة السماع له وسؤالاته لأبيه فقال, ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു. ഇബ്നു അബി ഹാത്തിം എന്ന് പറഞ്ഞാൽ അബൂ ഹാത്തിം അർ-റാസി ഒരു ഇമാമാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ഇബ്നു അബി ഹാത്തിം, രണ്ടുപേരും ഇമാമിങ്ങളാണ്. അദ്ദേഹം ഇബ്നു അബി ഹാത്തിം ധാരാളമായി തന്റെ ഉപ്പയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്തൊരു മസല വരുമ്പോഴും ഒരാളെ കുറിച്ച് പറയുമ്പോൾ സമിഅതു അബി, എന്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുക. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയധികം ഉപ്പാന്റെ അടുത്ത് നിന്ന് ഇൽമ് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, റുബ്ബമാ കാന യഅകുലു വഅഖറഉ അലൈഹി, ചിലപ്പോൾ ഉപ്പ ഭക്ഷണം കഴിക്കായിരിക്കും, ഞാൻ അടുത്ത് പോയിട്ട് പഠിക്കും. വയംഷി വഅഖറഉ അലൈഹി, നടന്നു പോകുമ്പോൾ ഞാൻ പിന്നാലെ പോയിട്ട് പഠിക്കും. വയദ്ഖുലുൽ ഖലാഅ വഅഖറഉ അലൈഹി, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പുറത്തിരുന്ന് കിതാബ് വായിക്കും, ഉപ്പ അകത്തിരുന്ന് കേൾക്കും. വയദ്ഖുലുൽ ബൈത ഫീ തലബി ഷൈഇൻ വഅഖറഉ അലൈഹി, വീടിനുള്ളിൽ എന്തെങ്കിലും വസ്തു തരയായിരിക്കും, അപ്പൊ ഞാൻ പിന്നാലെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കും. അങ്ങനെ മുഴുവൻ സമയവും ഉപ്പയുടെ അടുത്ത് നിന്ന് പഠിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ഇൽമ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് റിവായത്ത് ചെയ്യാൻ സാധിച്ചത്. قال ابن ابي حاتم سمعت ابي يقول, ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് അബൂ ഹാത്തിമിനെ കുറിച്ച് ഇബ്നു അബി ഹാത്തിം പറയുകയാണ്, بقيت في سنة 14 8 أشهر بالبصرة, 14ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 114 ആണോ 214 ആണോ അറിയില്ല, അദ്ദേഹം 14 എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു വർഷം അദ്ദേഹം പറയുകയാണ്, ഈ കൊല്ലം 8 മാസം ഞാൻ ബസ്റയിൽ കഴിഞ്ഞുകൂടി. വകാന ഫീ നഫ്സി അൻ ഉഖീമ സന, ഒരു വർഷം നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പോയത്, ബസ്റയിലേക്ക് പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ 8 മാസം അവിടെ കഴിഞ്ഞുകൂടി. 8 മാസം കഴിഞ്ഞപ്പോൾ ഫൻഖതഅത് നഫഖതി, കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നുപോയി. ഫജഅൽതു അബീഉ സിയാബി ഹത്താ നഫിദത്, ഞാൻ എന്റെ വസ്ത്രങ്ങൾ അയച്ച് വിൽക്കാൻ തുടങ്ങി, വസ്ത്രങ്ങളും തീർന്നുപോയി. വബഖീതു ബിലാ നഫഖ, അങ്ങനെ കയ്യിൽ പണമില്ലാതെ ഞാൻ അവിടെ ബാക്കിയായി. വമളൈതു അതൂഹു മാ സദീഖിൻ ലീ ഇലൽ മശ്യഖ, അങ്ങനെ ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടി ബസ്റയിലുള്ള ശൈഖുമാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി, അവരെ അടുത്തുകൂടി ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. വഅസ്മഉ ഇലൽ മസാ, അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഹദീസ് കേൾക്കും, പണ്ഡിതന്മാരുടെ അടുത്തുനിന്ന് പഠിക്കും. ഫൻസറഫ റഫീഖി, അങ്ങനെ എന്റെ കൂട്ടുകാരൻ പിരിഞ്ഞുപോയി, വൈകുന്നേരം ആയപ്പോൾ കൂട്ടുകാരൻ പോയി. വറജഅതു ഇലാ ബൈതി, ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഫജഅൽതു അശ്റബുൽ മാഅ മിനൽ ജൂ, നല്ല വിശപ്പുണ്ട്, അപ്പൊ ഞാൻ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി, വേറൊന്നുമില്ല. ثم أصبحت, പിറ്റേന്ന് നേരം വെളുത്തു. فغدا علي رفيقي, കൂട്ടുകാരൻ വന്നു. فجعلت أطوف معه في سماع الحديث على جوع شديد, അങ്ങനെ വിശന്നുകൊണ്ട് പിറ്റേന്ന് ഇവന്റെ കൂടെ ഞാൻ ഉലമാക്കളുടെ അടുത്ത് പോകാൻ തുടങ്ങി. وانصرفت جائعا, അന്നും വിശന്ന് മടങ്ങി. فلما كان من الغد, 3ാമത്തെ ദിവസമായി കൂട്ടുകാരൻ വന്നു. فقال مر بنا إلى المشايخ, നമുക്ക് പോവാം, മശായിഖുമാരുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. قلت أنا ضعيف لا يمكنني, ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കുകയില്ല, അങ്ങനെ 3ാമത്തെ ദിവസമാണ് പച്ചവെള്ളം മാത്രം കുടിക്കുന്നത്. قال ما ضعفك, എന്താ പറ്റിയത്,
ഇപ്പൊ 3 ദിവസമായിട്ടും കൂട്ടുകാരനെ വിവരറിയിച്ചിട്ടില്ല. എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. ഖുൽതു ലാ അക്തുമുക അംരി, ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല. ഖദ് മളാ യൗമാനി മാ തഅംതു ഫീഹിമാ ശൈഅൻ, 2 ദിവസമായിട്ട് ഞാനൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഫഖാല ഖദ് ബഖിയ മഇ ദീനാർ. അപ്പൊ ഈ കൂട്ടുകാരന്റെ അവസ്ഥയും ദാരിദ്ര്യം തന്നെയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, എന്റെ കയ്യിൽ 1 ദീനാർ ബാക്കിയുണ്ട്. ഫനിസ്ഫുഹു ലക, അതിൽ പകുതി ഞാൻ നിനക്ക് തരാം. വനജഅലു നിസ്ഫൽ ആഖറ ഫിൽ ഖിറാ, ബാക്കി 1/2 ദീനാർ നമുക്ക് വാടകയ്ക്ക് ഉപയോഗിക്കാം, വീടിന്റെ വാടകയ്ക്ക് 2 പേർക്കും അത് കൊടുക്കാം. ഫഖറജ്നാ മിൻ ബസറ വഅഖദ്തു മിൻഹു നിസ്ഫ ദീനാർ, അങ്ങനെ ഈ 1/2 ദീനാർ വാങ്ങി ബസറയിൽ നിന്ന് ഞാൻ മടങ്ങി. അപ്പോൾ കൊടുക്കാനുള്ളതായിരിക്കും ഈ 1/2 ദീനാർ, നേരത്തെ വാടക കടം കൊടുക്കാനുള്ളതായിരിക്കും, ബാക്കി 1/2 ദീനാർ യാത്രക്കുള്ളതായിരിക്കും. അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഈ ഒരു സംഭവത്തോടുകൂടി അതിന്റെ പഠനം അവിടുത്തെ അവസാനിച്ചു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇവർ ദീൻ പഠിച്ചിട്ടുള്ളത്. وقال الرازي رحمه الله سمعت علي بن احمد الخوارزمي يقول سمعت عبد الرحمن بن ابي حاتم يقول, ഇബ്നു അബി ഹാത്തിം തന്നെ പറയുകയാണ്, കുന്ന ബിമിസ്ർ 7 അശ്ഹുർ. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ ആലോചിച്ച് നോക്കൂ. ഒരേ ആളാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയാണ്, ഒരിക്കലും മിസ്റിൽ പോയി. ഇപ്പൊ നേരത്തെ ബസ്രയിലെ അനുഭവമാണ് പറഞ്ഞത്. അന്ന് കാലത്ത് യാത്ര ചെയ്യാൻ പ്രയാസമാണ്. ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യമുള്ള കാലത്ത് ഒരു വർഷം അദ്ദേഹം ഇറാഖിലാണ്, അടുത്ത വർഷം മിസ്റിലാണ്. മിസ്റിലുണ്ടായ അനുഭവം പറയാൻ, 7 അശ്ഹുർ 7 മാസം ഞാൻ മിസ്റിലുണ്ടായിരുന്നു. ലം നഅകുൽ ഫീഹാ മറഖ, 7 മാസത്തിൽ ഒരു കറി ഉപയോഗിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. റൊട്ടിയൊക്കെ പച്ചയായിട്ട് തിന്നാണ്, ഒരു മറക്ക് കറി കിട്ടിയിട്ടില്ല. കുല്ലു നഹാരിന മുഖസ്സമുൻ ലിമജാലിസി ശുയൂഖ്, പകൽ മുഴുവൻ ഞങ്ങൾ മശായിഖുമാരുടെ സദസ്സിന് വേണ്ടി വിഭജിച്ചിരിക്കുകയാണ്. രാവിലെ ഇന്ന ശേഖിന്റെ അടുത്ത്, ഉച്ചക്ക് ഇന്ന ശേഖിന്റെ അടുത്ത്, അങ്ങനെ ദർസുകൾക്ക് പോവുകയാണ്. വബില്ലയിൽ, രാത്രി വന്നാലോ അന്നസ്ഖു വൽ മുഖാബല, ശേഖുമാരുടെ അടുത്ത് നിന്ന് എഴുതിയ ഹദീസുകൾ അത് ചിലപ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അത് പകർത്തി എഴുതുക. അതുപോലെ തന്നെ ഓരോരുത്തർ എഴുതിയത് പരസ്പരം ഒത്തു നോക്കുക, തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. രാത്രിയിൽ ഇതാണ് പണി. ഖാല ഫഅതൈന യൗമൻ അന വറഫീഖുൻ ലി ശൈഖൻ, അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു ശേഖിന്റെ അടുത്ത് പോയി, സാധാരണ പോകുന്നത് പോലെ ഒരു ശേഖിന്റെ അടുത്ത് പോയി. ഫഖാലു ഹുവ അലീൽ, അപ്പൊ അവർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു ശേഖിന് രോഗമാണ്, ഇന്ന് ലീവാണ്. ഫറഅയ്ന ഫീ തരീഖിന സമകതൻ അജബത്ന, അങ്ങനെ ശേഖ് ലീവായതുകൊണ്ട് മടങ്ങുന്ന വഴിക്ക് മാർക്കറ്റിൽ ഒരു മീനിനെ കണ്ടു, ഒരു കടയിൽ ഒരു മീൻ കണ്ടു. ഫഅജബത്ന, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഫശ്തറൈനാഹു, അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങി. ഫലമ്മ അസുർന ഇലൽ ബൈത്ത്, വീട്ടിലെത്തി. അപ്പൊ 7 മാസമായിട്ട് ഒരു കറിയൊന്നും കൂട്ടിയിട്ടില്ല, അപ്പൊ മീൻ അങ്ങനെ വാങ്ങിയതാണ് 7 മാസം കഴിഞ്ഞിട്ട്. ഹളറ വഖ്തു മജ്ലിസ്, അങ്ങനെ നടന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അടുത്ത ദർശനമുള്ള സമയമായി. ഫലം യുംകിന്ന ഇസ്ലാഹുഹു, അങ്ങനെ ആ മീന് പാകം ചെയ്യാൻ സാധിച്ചില്ല, നന്നാക്കാൻ പറ്റിയില്ല. വമദൈന ഇലൽ മജ്ലിസ്, ദർശന് പോയി. ഫലം നസൽ ഹത്താ അത അലൈഹി 3 അയ്യാം, അങ്ങനെ 3 ദിവസം ഇങ്ങനെ കഴിഞ്ഞുപോയി, ഈ മീന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വഖാദ അൻ യതഗയ്യർ, അതിങ്ങനെ ചീയാനായിട്ടുണ്ട്, ചീഞ്ഞു പോകാനായിട്ടുണ്ട്. ഫഅകൽനാഹു നയ്യൻ, അങ്ങനെ അത് പച്ചക്ക് ഞങ്ങൾ തിന്നു, ആ മീന് പാകം ചെയ്യാതെ അങ്ങനെ തിന്നു. അത് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല. ചില നാടുകൾ അങ്ങനെ തിന്നുന്നവരുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ ഏറെക്കുറെ പാകം ചെയ്യാതെ തിന്നുന്ന നാടുകളുണ്ട്. ഏതായാലും ഇവർ സമയക്കുറവുകൊണ്ട് അങ്ങനെ തിന്നുപോയി. ലം യകുൻ ലനാ ഫറാഗുൻ അൻ നുഅതിയഹു മൻ യശ്മീഹി, അത് പാകം ചെയ്യാനോ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് പാകം ചെയ്ത് ഇങ്ങോട്ട് വാങ്ങാനോ ഉള്ള സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. തുമ്മ ഖാല, ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, ലാ യുസ്തതാഉൽ ഇൽം ബിറാഹത്തിൽ ജസദ്, ശരീരത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഇൽമു പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. സലഫു സാലിഹ്യങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഇൽമു പഠിച്ചിരുന്നത്. അങ്ങനെ അവർ പഠിച്ചതുകൊണ്ടാണ് ഈ ദീന് സുരക്ഷിതമായി നമ്മുടെ കയ്യിൽ എത്തിയത്. ഇനിയുള്ള തലമുറകൾക്കും ഇത് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളും നമ്മുടെ മക്കളെ കുറിച്ച് ത്യാഗം സഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു ഇഖ്ലാസോടുകൂടി പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.